മതമുണ്ടായ അന്നു മുതൽ ഇങ്ങനെയാണ്. BJP ഭരണത്തിൽ വന്നില്ലായിരുന്നുണ്ടെങ്കിൽ എനിക്കൊക്കെ ഫണ്ട് ചെയ്തിരുന്നത് ജൂതന്മാരാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സംഘി പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഒരു വസ്തുത അല്ലാതെ ആകും. ഇവിടെ സംഘപരിവാർ വലിയ തോതിൽ വളരുന്നു, അത് വലിയ ഭീഷണിയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് പറയാറുണ്ട്, ഈ ഭൂരിപക്ഷ വർഗീയത ഇവിടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉണ്ട്, അത് നമ്മൾ സമ്മതിക്കുന്നു. അതിന് പിന്നിൽ എന്താണ് കാരണം, എന്തുകൊണ്ടാണ് അതങ്ങനെ വന്നത്? ഞാൻ ഓപ്പണായിട്ട് സംഖ്യയാണെന്ന് തന്നെ പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ പറയാറുള്ളത്. നമ്മുടെ ഇവിടെ സൽഫികൾ എന്താ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, മറ്റേ അമ്പലത്തിന് സംഭാവന കൊടുത്തു കഴിഞ്ഞാൽ അത് വേശ്യാലയത്തിന് കൊടുക്കുന്ന പോലെയാണ് എന്ന് പറഞ്ഞ് പ്രശ്നിച്ചത് വിചാരിച്ചു ശരിയാണ്. അത് അവരുടെ വേദിയിൽ മതം പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്നൊക്കെ ന്യായം പറയായിരിക്കും. 1 കോടി രൂപയൊക്കെ വരെ കടമുള്ള ആളുകളെ ഇതേപോലെ വീട്ടിൽ കൊടുത്തുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നാൽ ചെയ്തു തരാമെന്ന് പറയുന്ന ആളുകളെ അതിനുവേണ്ടി കൂട്ടുനിന്ന ആളുമാണ് ഞാൻ. ഓക്കെ, അവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടത് അവൻ്റെ അറ്റം മുറിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് പേടിച്ചോടി. ഇതിനേക്കാളും ഭേദം എൻ്റെ കടമാണെന്ന് പറഞ്ഞവന് രക്ഷപ്പെട്ടു. ഇതാണെന്നുണ്ടായത്. മതം പരിവർത്തനം അതൊരു വിഷയമാണോ? ആണ്. അതിന് എന്തെല്ലാം ടാക്ടിക്സ് ഉപയോഗിക്കാൻ പറ്റും അതെല്ലാം ഉപയോഗിക്കും. അതിൽ പ്രണയം ഒരു ടാക്ടിക് തന്നെയാണ്. ഒരു സംശയം. കൺവേർഷൻ ജിഹാദ് ഇവിടെ ഉണ്ട്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഈ സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെ ഈ മതനിന്ദ ഒരു പ്രധാന വിഷയമായിരുന്നു. ഒരുപാട് പേര് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കൊലപാതകങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷവും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക്, ഇങ്ങനെ ഒരു വിമർശനത്തിലേക്ക് മാറാൻ തോന്നിയത്? ഈ സ്വാതന്ത്ര്യം അവിടെ എടുത്തു വെക്കാൻ കാരണം എന്താണ്? അങ്ങനെ ഒരു മാനദണ്ഡം വെച്ച് ചോദിക്കാനുള്ള കാരണം അത് സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെ ഈ രംഗീല റസൂൽ എന്നുള്ളൊരു ഇതൊക്കെ ഇറങ്ങിയിരുന്നല്ലോ. അപ്പോൾ അന്ന് സ്വാമി ശ്രദ്ധാനന്ദനെയൊക്കെ കൊല ചെയ്യപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, അന്ന് ഈ കൊല ചെയ്ത ആളെ ആഘോഷിക്കുന്ന ഒരു സാഹചര്യവും അന്നുണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും ഈ 100 ഇത്രത്തോളം വർഷം അല്ല, ആ ഒരു 1920 ആ ഒരു സമയത്താണ്, ഇത്രത്തോളം 100 വർഷം കഴിഞ്ഞും സെയിം അവസ്ഥയാണ് ഇന്നും നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അന്ന് തൊട്ട് ഇന്ന് വരെ മാറാത്തൊരു സാഹചര്യമാണത്. എന്നിട്ടും ഇങ്ങനെ ഒരു രീതിയിലേക്ക് എന്തുകൊണ്ട്? ശരിക്കും പറഞ്ഞാൽ ഇപ്പം സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന സംഗതി മതത്തിൻ്റെ കണ്ണിൽ അങ്ങനെ ഒരു വിഷയമില്ല. മതമുണ്ടായ അന്നു മുതൽ ഇങ്ങനെയാണ്. ഓക്കെ, ഇപ്പോൾ മതം വിട്ടവനെ കൊല്ലണം എന്ന് പറയുന്ന നിയമം, അല്ലെങ്കിൽ മതനിന്ദകനെ ഇതുപോലെ കൈകാര്യം ചെയ്യണം എന്ന് പറയുന്ന നിയമം, അത് ഇസ്ലാമിനകത്തുണ്ട്. നമ്മൾ മതം എന്നൊക്കെ പറയുമ്പോൾ എല്ലാ മതം എന്നൊക്കെ ആളുകൾ തെറ്റിദ്ധരിക്കും. നമ്മൾ കൃത്യമായിട്ട് ആ പേര് പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഓരോ മതവും ആ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, അതിനെ മറികടന്ന് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി ആണെങ്കിലൊക്കെ, ഇപ്പോൾ ഹിന്ദു മതത്തിൽ മതം വിട്ടവനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടൊരു നിയമമൊന്നും ഇനി അഥവാ എവിടെയെങ്കിലും ഉറങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ആ ഒരു കാര്യത്തിൽ എടുക്കുന്നില്ല. അതിൻ്റെ വഴിക്ക് വിട്ട് അവർ ആധുനിക ലോകത്തിന് ചേർന്ന് ജീവിക്കുന്ന ആളുകളായിട്ട് മാറി. ആ മതവും അപ്രസക്തമാവുന്നു, മതവിശ്വാസികളും അതിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 12 രാജ്യങ്ങളെങ്കിലും ലോകത്ത് മതം വിട്ട ആളുകളെ കൊല്ലുന്ന നിയമം അത് നടപ്പിലാക്കുന്ന രാജ്യങ്ങളാണ്. അതിൽ 7 രാജ്യങ്ങൾ കൊല തന്നെയാണ്. ചില രാജ്യങ്ങൾ ജയിൽ ശിക്ഷയാണ് കൊടുക്കുന്നത്. എന്തായാലും 12ഓളം രാജ്യങ്ങൾ ശിക്ഷ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരിക്കലും ഈ സ്വാതന്ത്ര്യ സമരമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഗതികളൊന്നും ഒരു കാരണവശാലും അവിടെ അതിന് ബാധകമാവുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഇസ്ലാമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും 2047 ആകുമ്പോഴേക്കും ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കണമെന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു ഐഡിയോളജിയിൽ ഇവിടെ ഉണ്ട് എന്നത് നിങ്ങൾക്കും അറിയാലോ. അപ്പോൾ സ്വാതന്ത്ര്യത്തെ എടുത്തു കളയാൻ തന്നെയാണ് അവരും അവിടെ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാത്രമല്ല, ഈ ഭരണഘടനയെ പറ്റി കൂടുതൽ പറയുമ്പോൾ, അതായത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ആയിക്കോട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആയിക്കോട്ടെ, ഭരണഘടനയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാറുണ്ട്. അതേസമയം 2047 ഇസ്ലാമിക രാജ്യമാകും എങ്കിൽ ഭരണഘടന ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ ഇവർക്ക് മറുപടി ഉണ്ടാവാറില്ല. മറുപടി അവർ എഴുതി വെച്ചിട്ടുണ്ട്. അത് പൊതുജന മധ്യത്തിൽ ചർച്ചയാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കൾ ജാമ്യം അനുവദിക്കണം എന്നും പറഞ്ഞുകൊണ്ട് കോടതിയിൽ ചെന്നപ്പോൾ ഡൽഹി ഹൈക്കോർട്ട് നിരീക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ അബ്ദുറഹിമാൻ എന്നൊക്കെയാണെന്ന് തോന്നുന്ന ആളുടെ പേര്. അവിടെ പറഞ്ഞിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഇസ്ലാം ഇവിടെ ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു, ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളാണ് ഈ ചങ്ങാതി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അയാളെ പുറത്ത് വിടില്ല, ജാമ്യം കൊടുക്കില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുമ്പോൾ ആ കോടതി അവിടെ കോട്ട് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ഉണ്ട്. അത് ഈ മിഷൻ 2047 എന്ന് പറയുന്ന സാധനവും അതിലെ ഡോക്യുമെൻ്റാണ്. ആ മിഷൻ 2047 വായിച്ചു നോക്കിയാൽ മതി. അതിനകത്ത് എഴുതിയിട്ടുണ്ട്
അപ്പോൾ ഇവിടെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ മിഷൻ 2047 എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് അത് ഫേക്ക് ആണെന്നും അത് ഫേബ്രിക്കേറ്റഡ് ആണെന്നും അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നും അത് പറയാൻ ഇവിടെ ശുഷ്കാന്തി കാണിക്കുന്ന ആരാ? പോപ്പുലർ ഫ്രണ്ടിനേക്കാൾ വലിയ ശുഷ്കാന്തിയാണ് ഇവിടെയുള്ള പൊതുജനങ്ങൾക്ക്. എന്ന് വെച്ചാൽ ഇവിടുത്തെ കപട ലിബറലുകൾ, കപട മതേതരവാദികൾ എന്നൊക്കെ പറയുന്ന ആൾ. ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ തന്നെ പറഞ്ഞ് അതിനെ അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ എന്തിനാണ് ഈ മടിക്കുന്നതെന്നാണ് നമ്മളെപ്പോഴും ചോദിക്കുന്നത്. ആ ഡോക്യുമെൻറ്റിൽ പച്ചയ്ക്ക് എഴുതിയിട്ടുണ്ട്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഫ്ലാഗ്, അംബേദ്കർ, SC ST OBC, ദളിത് വിഭാഗങ്ങൾ, ഇതൊക്കെ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ട് പലകകളാണ്. ഇതിനെ കൂട്ടുപിടിച്ചും ഇത് വെച്ചുകൊണ്ട് നമ്മളൊരു അവരിൽപ്പെട്ട ഒരാളാണ്, അവർക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ എന്ന പ്രതീതി ഉണ്ടാക്കി വിശ്വാസം പിടിച്ചു പറ്റി വെൻ ദ ഫൈനൽ ഷോ ഡൗൺ കംസ്, അതാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ വാചകം തന്നെ. അന്ന് നമ്മൾ ഈ സാധനം എടുത്ത് മാറ്റിയിട്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് മാറ്റിയിട്ട് അവിടെ ശരിയാ സ്ഥാപിക്കും എന്ന് ആ ഡോക്യുമെൻറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരാ പറഞ്ഞത്? അതിവിടെ എഴുതിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. നമ്മളത് പത്രവാർത്തയാക്കിയിട്ട് ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങളെ ബോധവൽക്കരിക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ കൂട്ടു നിൽക്കുന്ന ആളുകൾ, പോപ്പുലർ ഫ്രണ്ട് ആയിക്കോട്ടെ, തീവ്രവാദികളായിക്കോട്ടെ, ഇപ്പോൾ ജോസഫ് മാഷിൻ്റെ കൈവിട്ട് പോലും ന്യായീകരിക്കുന്ന ആളുകളുണ്ട്. അതിലെന്താ തെറ്റെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അത് ജിഹാദ് അല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരൊക്കെ നമുക്ക് ചോദിക്കാനുള്ളത് ഇതാണ്. ഈ കൂട്ടം ആളുകൾ ചെയ്ത പണി ഇതാണ്, അവർ പദ്ധതി ഇട്ടത് ഇതാണ്, അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇതാണ്. ഇത് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളവർ പറ്റിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? മുസ്ലിങ്ങളെയാണ് ഇതിൽ നിന്ന് നമ്മൾ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആളുകളെയാണ് ഇവിടെ പ്രശ്നക്കാരായിട്ട് ചിത്രീകരിച്ച് നിങ്ങൾ അവർ പറയുന്നത് കേൾക്കരുത്, പോപ്പുലർ ഫ്രണ്ട് പറയുന്നതാണ് ശരിയെന്നും കൂടി പറഞ്ഞു വെക്കുമ്പോൾ അതെ, മുസ്ലിങ്ങൾ പിന്നെ എന്ത് ചെയ്യും? പൊതുവേ ഒരു കോൺസ്പിരസി തിയറികൾക്ക് ഈ തീവ്രവാദ സംഘടനകൾ പൊതുവെ ശ്രമിക്കാറുണ്ട്. അതായത് ഇപ്പോൾ അമേരിക്കയിലെ ആക്രമണം ആയിക്കോട്ടെ, മുംബൈ ആക്രമണം ആയിക്കോട്ടെ, ഇതൊക്കെ ജൂതരും RSSഉം ഒക്കെ ചേർന്ന് ചെയ്തതാണ്, അല്ലെങ്കിൽ CIA മൊസാദ് അച്ചുകൊണ്ടിൻ്റെ ഇതാണ് എന്നാണ് പറയുന്നത്. അതേസമയം തന്നെ ഈ ആക്രമണത്തിൽ അഭിമാനിക്കുന്ന ആളുകളെയും കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഈ കോൺസ്പിരസി തിയറി ഇങ്ങനെ കൊണ്ടുവരുന്നത്? കൺസ്പിരസി തിയറി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ BJP ഭരണത്തിൽ വന്നില്ലായിരുന്നുണ്ടെങ്കിൽ എനിക്കൊക്കെ ഫണ്ട് ചെയ്തിരുന്നത് ജൂതന്മാരാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനെ മാത്രം നമ്മൾ നേരിട്ടാൽ മതിയായിരുന്നു. ഇപ്പോൾ ജൂത ഫണ്ടും ഉണ്ട്, ഇപ്പോൾ സംഘി ഫണ്ടും ഉണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ശരിക്കും പറയണത് അങ്ങനെ വല്ല ഫണ്ടും ഉണ്ടെങ്കിൽ തന്നാൽ നമുക്ക് അത്രയും നല്ല കാര്യം, നമുക്ക് ജീവിച്ചു പോകാമല്ലോ. ഇനി അതല്ല, ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യമാണ് എനിക്കത് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ ഫണ്ടിങ്ങിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ പിന്നിൽ അവരാണെന്നാണല്ലോ. ഇതുപോലെയുള്ള ഈ ഫാഷിസ്റ്റ് ഐഡിയോളജികളുടെ ഒക്കെ ഒരു പൊതു സ്വഭാവമാണിത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫാഷിസം അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരും ഇതേപോലെയുള്ള കാര്യങ്ങളാണ് പറയുക. എല്ലാത്തിൻ്റെയും പിന്നിൽ സാമ്രാജ്യത്വം, എല്ലാത്തിൻ്റെയും പിന്നിൽ അമേരിക്ക, മുതലാളിത്ത ഭീകരന്മാർ, ബൂർഷ്വാസികൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന വിഷയങ്ങൾ അത് നമ്മളാൽ എന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്ന് അന്വേഷിച്ച് അത് കറക്റ്റ് ചെയ്ത് പോകുക എന്ന് പറയുന്നത് ഒരു മാന്യമായ ഒരു രീതിയാണ്. അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ളൊരു എളുപ്പവഴിയാണ് ഈ സംഗതി. ഇപ്പോൾ നമ്മൾ ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരുന്ന വലിയൊരു കാര്യമായിരുന്നു, ഇവിടെ സംഘപരിവാർ വലിയ തോതിൽ വളരുന്നു, അത് വലിയ ഭീഷണിയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് പറയാറുണ്ട്, ഈ ഭൂരിപക്ഷ വർഗീയത ഇവിടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉണ്ട്, അത് നമ്മൾ സമ്മതിക്കുന്നു. അതിൻ്റെ പിന്നിൽ എന്താണ് കാരണം, എന്തുകൊണ്ടാണ് അതങ്ങനെ വന്നത്? ന്യൂനപക്ഷ വർഗീയതയാണ്. അത് ഇന്ത്യയുടെ ചരിത്രം നിങ്ങൾ ബാക്കോട്ട് പോവുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറയുമ്പോൾ അത് പോകാൻ അവർ തയ്യാറല്ല. അപ്പോൾ നമ്മളിതൊരു വടംവലിയായിട്ട് കരുതി, ഓക്കെ അവർ മനസ്സിലാകുന്ന ഘട്ടം വരുമ്പോൾ മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വിട്ടുകൊടുത്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ടേയിരുന്നു, അവരത് എതിർത്തുകൊണ്ടേയിരുന്നു. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ ലോകം തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. കാരണം എന്താണ്, ഇന്നിപ്പോൾ ലോകം പറയുന്ന അല്ലെങ്കിൽ ഈ പറയാൻ പോകുന്ന കാര്യം മോദിയൊക്കെ ഭേദമാണെന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് എത്താൻ പോകുന്നത്. കാരണം ലോകത്ത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതാണല്ലോ വിഷയം, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇന്ത്യ ആയിരിക്കും. അത് ഇന്ത്യയാണ് നിലവിൽ, ഇനി ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. എന്താ കാര്യം വെച്ചാൽ ആ ഒരു രീതിയിലാണ് ഇന്ത്യയിലെ കാര്യങ്ങൾ. മോബ് ലിഞ്ചിങ്ങും അതും ഇതൊക്കെ ഉണ്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അത് അഡ്രസ്സ് ചെയ്യാനുള്ള വഴികൾ ഇവിടെ ഉണ്ട്, അഡ്രസ്സ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ പുതിയ ന്യായ സംഹിത ഉണ്ടാവും, മോബ് ലിഞ്ചിങ് ഒരു പുതിയ ഒരു ശിക്ഷാവിധി കൊടുക്കുന്ന ഒരു സാധനം വരെയായിട്ട് ഡിഫൈൻ ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നതാണ്. അതാണ് ഇതിൻ്റെ പോസിറ്റീവായിട്ട് നമ്മൾ കാണുന്നൊരു കാര്യം. അപ്പം എന്നാൽ ലോകം മുഴുവൻ നമ്മൾ കാണുന്നത് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഈ തീവ്ര വലതുപക്ഷം ശക്തി പ്രാപിക്കുന്ന കാഴ്ചയാണ്. അവർ പച്ചയ്ക്ക് പറയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫ്രാൻസിലേക്ക് ഇലക്ഷൻ, ഇപ്പോൾ നാളെ അവിടുത്തെ പുതിയ റിസൾട്ട് വരും, അതിൻ്റെ 2ാം ഘട്ടം. അതിൽ ഇപ്പോൾ ഓൾറെഡി ജയിച്ച് നിൽക്കുന്നത് വലതുപക്ഷമാണ്. അവർ പച്ചയ്ക്ക് പ്രസംഗിക്കുകയാണ്. അതായത് ഇവിടുത്തെ
മുജാഹിദ് വിഭാഗത്തെ എന്ന് വെച്ചാൽ അവിടുത്തെ സലഫികളെ ഞങ്ങൾ പുറന്തള്ളും. ഓക്കെ, മുസ്ലിം ബ്രദർഹുഡിനെ ഇവിടെ നിന്ന് നാട് കടത്തും, പള്ളികൾ പൊളിക്കും. ഓക്കെ, അതുപോലെ മതസ്ഥാപനങ്ങൾ അത് പൂട്ടും. അതുപോലെ ഇങ്ങനെയുള്ള കാര്യം എല്ലാം ഒരു 10 കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് 5 മിനിമം ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന ഒരു സ്ഥിതി ഇന്ത്യയിൽ ഇല്ല. വളരെ ഇൻഡിറക്ട്ലി ഏതെങ്കിലും മന്ത്രിമാർ പറഞ്ഞാൽ തന്നെ അവരുടെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ മന്ത്രിസഭ അതിൻ്റെ ആ ഒരു ഇലക്ഷൻ സമയങ്ങളിലൊക്കെ ഇതേപോലെ പറഞ്ഞിരുന്ന പല BJP-കാരായിട്ടുള്ള ആളുകൾ ഇത്തവണ വെളിച്ചം പോലും കണ്ടിട്ടില്ല. അവരെ മൂലക്കിരുത്തുക ചെയ്തത്. കാരണം അത് പറയാൻ പാടില്ല എന്ന് BJP-യുടെ അകത്തുനിന്ന് തന്നെ പറയുന്ന രീതിയുണ്ട്. ഇതൊന്നും ഇവിടെ ചർച്ചയാവുന്നില്ല. അതുപോലെ ഇപ്പോൾ നമ്മളെ പള്ളികളിൽ കയറിയിട്ട് ശിവലിംഗം തിരയുന്ന പരിപാടി വന്നപ്പോൾ മോഹൻ ഭഗവത് വന്നിട്ടല്ലേ പറയുന്നത് ആ പരിപാടി നിർത്തണം, ഇത് ശരിയല്ല എന്ന് പറയുന്നത് അവർ തന്നെയാണ്. ഒരു ഇൻറ്റേർണൽ കറക്ഷൻ ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്, അതാണ് ആ വ്യത്യാസം. അതാണ് നമ്മൾ പറയുന്നത് ഇവിടെ ഒരു മുസ്ലിമിൻ്റെ ഒരു സ്വർഗ്ഗം ഉണ്ടെങ്കിൽ അത് ഇന്ത്യ തന്നെയാണെന്ന് പറയുന്നത്. പുറത്തുള്ള ആളുകൾ പറയും ഇതിനേക്കാൾ ഭേദം ഇപ്പം മരീന ലെ പെൻ, അതാണ് ഫ്രാൻസിലെ നേതാവ്. അതേപോലെ ഓരോ ഇപ്പോൾ മെലോണിയെക്കുറിച്ച് പറയുന്നു. ഇപ്പോൾ ജർമ്മനിയിൽ പുതിയ അത് AfD എന്ന് പറയുന്ന അവിടുത്തെ പ്രോ നാസി പാർട്ടിയാണ്. അവരാണ് അവിടെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ വന്നു കഴിയുമ്പോൾ എടുക്കാൻ പോകുന്ന നിലപാടുകൾ അങ്ങനത്തെയാണ്. അപ്പോൾ ആ നാട്ടിലുള്ള വിശ്വാസികൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പറയും, സ്വാഭാവികമായിട്ടും പറയും ഇതിനേക്കാളും അത് ഇന്ത്യയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇത് സ്വന്തം കയ്യിലോ ഉണ്ടാകുന്ന കയ്യിലിരിപ്പോണ്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ ആ രീതിയിൽ കണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കാതെ ഇരിക്കുന്ന ആളുകൾ അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ കൺസ്പിറസികൾ എല്ലാം. അമേരിക്ക അത് അധികം നാൾ ഓടില്ല. അതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. എങ്ങനെ ഒരു എക്സ് മുസ്ലിം എന്നുള്ള തരത്തിലേക്ക് ഒരു മാറ്റം സംഭവിച്ചു? ഇങ്ങനെ പെട്ടെന്ന് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ വന്നതൊന്നുമല്ല. ഉള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലോകത്ത് തന്നെ ഈ മതം വിടുന്ന ആളുകൾ, ഇസ്ലാം മതം വിടുന്നു, പ്രത്യേകിച്ചും എല്ലാ മതത്തിൽ നിന്നും ആളുകൾ പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് ആ വ്യക്തികളെ വിടാതെ പിന്തുടരുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഏത് രീതിയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതം വഴിമുട്ടിക്കുന്ന ഒരു അവസ്ഥ മുതൽ അവനെ കൊല്ലുന്ന അവസ്ഥ വരെ ഉണ്ട്. ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊക്കെ കേൾക്കുന്നൊരു കാര്യമാണ്, നീ ധൈര്യം ഉണ്ടെങ്കിൽ സൗദി അറേബ്യയിലേക്ക് വാടാന്നാണ് നമ്മളോട് ഇവർ പറയുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇസ്ലാമിൻ്റെ നിയമം നടപ്പിലാക്കാൻ കഴിയില്ല. ഇതൊരു ജനാധിപത്യ രാജ്യം, മതേതര രാജ്യം, മതസ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് കൺഷ്യൻസ് എന്ന് പറയുന്നൊരു വിഷയം അതിവിടെ ഉണ്ട്. പക്ഷേ ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം അലുവ പോലെയാണ്. എല്ലാ വിഷയവും അലുവയാണ്. അവർക്കിഷ്ടമുള്ളത് മാത്രം അതിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഖുറാനായാലും അത് തന്നെയാണ്. അതിൽ നിന്ന് നല്ലതുണ്ട്, ഏതെങ്കിലും നല്ല സാധനമുണ്ട്, ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം, അത് കൊള്ളാം, അതെടുത്തു. പക്ഷെ അപ്പുറത്ത് കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ല് എന്ന് പറയുന്ന സാധനം അപ്പുറത്തുണ്ട്, അതെടുക്കില്ല. അപ്പോൾ ഇത് രണ്ടും ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞതിനുള്ള ഒരെണ്ണം റദ്ദാക്കിയിട്ടാണ് വേറൊരെണ്ണം വന്നിരിക്കുന്നത്. ഇതുപോലെയുള്ള യാഥാർത്ഥ്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ ഈ സംഗതികൾ നടപ്പിലാക്കുന്ന ആളുകൾ നമ്മളെ വേട്ടയാടും. മതത്തിനകത്ത് ഇത് അറിയുന്ന ആളുകൾ നമ്മൾ വേട്ടയാടും. ഫാമിലി നമ്മളെ വേട്ടയാടും. ഫാമിലിക്കകത്തുനിന്ന് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ജോലി സ്ഥലങ്ങളിൽ വിഷയം ഉണ്ടാകുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിനോട് പ്രതികരിക്കേണ്ട ഒരു ഘട്ടം വരികയാണ്. അപ്പം എന്തുകൊണ്ട് അങ്ങനെ ഒരു പേരിട്ട് വിളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ഏറ്റവും അടിസ്ഥാനമായിട്ട് നമ്മളിന്ന് ലോകത്തുണ്ട് കരുതുന്ന ഒരു കാര്യമാണ് അവൻ്റെ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ്. ആ ബേസിക് ഹ്യൂമൻ റൈറ്റ്സിൽ ഏറ്റവും പ്രധാനമാണ് ജീവിക്കാനുള്ള അവകാശം. അവന് ഇഷ്ടമുള്ള മതം എടുക്കാനും എടുക്കാതിരിക്കാനും മതമില്ലാതെ ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത്. അത് ഇവർ അനുവദിക്കുന്നുണ്ടോ? അത് ഹിന്ദു മതത്തിന് ആ പ്രശ്നമില്ല, ക്രിസ്ത്യാനിറ്റിക്ക് ആ പ്രശ്നമില്ല, ബുദ്ധമതത്തിന് പ്രശ്നമില്ല, ജൈനമതത്തിന് പ്രശ്നമില്ല, ജൂതന്മാർക്ക് പോലും പ്രശ്നമില്ല. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ജൂതന്മാർ പോലും അതിലൊരു വലിയ ശതമാനം, ഓൾമോസ്റ്റ് 50% എന്ന് വേണമെങ്കിൽ പറയാം, ഏത്തിസ്റ്റുകളാണ് ജൂതന്മാർ. പറയുമ്പോൾ അവർ വലിയ നാഷണലിസ്റ്റുകളൊക്കെയാണ്, പക്ഷേ ഏത്തിസ്റ്റുകളാണ്. അവിടെ ആരും മതം വിട്ടു എന്ന് പറഞ്ഞിട്ട് ജൂതനെ കൊല്ലുന്നില്ല. അപ്പോൾ ഇവർ ചോദിക്കും, അതിലെഴുതിയിട്ടുണ്ടല്ലോ മതം വിട്ടവനെ ഉണ്ട്, അവരത് നടപ്പിലാക്കുന്നില്ല. ക്രിസ്ത്യാനിറ്റിയിലുണ്ടല്ലോ, ഉണ്ടായിക്കോട്ടെ, അവർ നടപ്പിലാക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ഇസ്ലാമിലുണ്ടെന്ന് മാത്രമല്ല, അത് സ്റ്റേറ്റ് നടപ്പിലാക്കുന്നു, ഏതെങ്കിലും ആളുകളല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ആ കണക്ക്, 12 രാജ്യങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് ഇന്നും നടപ്പിലാക്കുന്ന രാജ്യമാണ്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാണ് നമ്മൾ പാകിസ്ഥാൻ, അവിടെ പോലും നടപ്പിലാക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂ ഇതിനകത്ത് വരുമ്പോൾ അതിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഗതി ആയതുകൊണ്ട് അത് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നതുകൊണ്ടാണ് നമ്മളത് ഒരു വിഷയമായിട്ട് പറയുന്നത്. അതിങ്ങനെ എക്സ് മുസ്ലിം എന്നൊക്കെ ഉള്ള ഒരു ബ്രാൻഡാക്കി അതിനെ മാറ്റി, അതും കടന്നിപ്പോൾ എമുക്കൾ എന്നാണ് ഞങ്ങൾ വിളിക്കാറ്. എമു എന്ന് പറയുമ്പോൾ ഇമിയു എന്ന് പറയുന്നൊരു പക്ഷിയുണ്ട്, അത് അവർ എമു എന്നാക്കി. ഓക്കെ, അപ്പോൾ ഞങ്ങളത് തമാശയായിട്ട് ഇപ്പോൾ പറയുന്നത്, ഈ കേരളത്തിൽ പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ എല്ലാ മുസ്ലിം വീട്ടിലും
ഒരു എമുക്കുഞ്ഞ് വളരുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഞങ്ങൾ പറയാറ്. ഒരെണ്ണം മിനിമം ഉണ്ട്, അത് 2-3 ആയിക്കൊണ്ടിരിക്കുകയാണ്, പെറ്റ് പെരുകിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന മാതിരി ഇതിനകത്ത് എമുക്കൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്, മതം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. അപ്പോൾ എമു അത് നിങ്ങളറിയില്ല ആരാണ് എമു എന്നുള്ളത്. കാരണം അത് ഇത് പറഞ്ഞ പ്രശ്നമാണ്, അവരുടെ ജീവിതം തന്നെ വഴിമുട്ടിക്കുന്ന പ്രശ്നമായതുകൊണ്ട് പലരും ക്ലോസറ്റഡ് എക്സ് മുസ്ലിംസ് എന്നാണ് ഞങ്ങൾ പറയാം. അത് പുറത്ത് പറയാതെ എന്നാൽ മതമൊന്നും ഇല്ലാതെ നടക്കുന്ന കുറേ ആളുകൾ അതെല്ലാം മുസ്ലിം വീട്ടിലുണ്ട്. അത് മിക്കവാറും ചില ആളുകളൊക്കെ നമ്മൾ വിളിച്ച് പറയുന്നത് ഈ പള്ളിയിലും മറ്റേ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ പോലും ജസ്റ്റ് ജീവിച്ചു പോകാനുള്ള സാധനം മാത്രമായിട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ വിശ്വാസികൾ അറിയേണ്ടത്, നിങ്ങൾ പിന്തുടർന്ന് നിസ്കരിക്കുന്ന നിങ്ങളുടെ ഇമാമ് പുള്ളി പോലും ഒരു എക്സ് മുസ്ലിം ആവാനുള്ള സാധ്യത ഇവിടെ 50-50 അതാണ് ഇവിടുത്തെ നിലവിലെ സാഹചര്യം. ഓക്കെ, ഈ ഇടതുപക്ഷവും ഇസ്ലാമിസ്റ്റുകളും തമ്മിലുള്ള ആ ബന്ധം പലപ്പോഴും ഇസ്ലാമിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നതും അത് മാത്രമല്ല വെള്ള പൂശുന്നതും ഇടതുപക്ഷമാണെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അധികാരം വേണ്ട ഒരു സംഗതിയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അവർക്കും വേണ്ടത് അധികാരം തന്നെയാണ്. ഇസ്ലാം സത്യത്തിലൊരു മതമേ അല്ല, അതും നമ്മൾ പറയണം. ഇപ്പോൾ മറ്റു മതം പോലെ ഒരു മതമാണെന്നൊക്കെ നമ്മൾ സാധാരണ ഒരു ഒഴുക്കിനൊക്കെ നമ്മൾ പറയും, ഇപ്പോൾ ഹിന്ദു മതം പോലെയല്ലേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. അത് ഇസ്ലാം കൃത്യമായിട്ടൊരു രാഷ്ട്രീയ സംവിധാനമാണ്. അതൊരു ഭരണം നടത്തേണ്ടത് എങ്ങനെ എന്നതടക്കം ഉള്ള കുറേ കാര്യങ്ങൾ, സാമ്പത്തിക വിഷയങ്ങൾ എല്ലാം അതിനകത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ശിക്ഷ നടപ്പിലാക്കേണ്ട രീതികൾ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ അതിനകത്ത് ചില കാര്യങ്ങൾ നമുക്ക് സ്പെഷ്യലി അത് എടുത്ത് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോഴാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഇതിലാരാണോ വീക്കർ അവർ വരുന്ന സമയത്ത് ആ വീക്കറായിട്ടുള്ള ആളുകളെ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു രീതിയാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തിൽ അവർ വേര് ഊന്നണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് എന്ന് വെച്ചാൽ അവിടുത്തെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഇസ്ലാമിൻ്റെതായാലും കമ്മ്യൂണിസ്റ്റിൻ്റെ വിഷയമായാലും കമ്മ്യൂണിസ്റ്റുകാർ പ്രത്യേകിച്ചും അവർ ഏറ്റവും വീക്കറായിട്ടുള്ള ആളുകളെ നോക്കുമ്പോൾ പണ്ട് കാലത്ത് അത് ദളിതരും താഴ്ന്ന ജാതിക്കാർ അവരൊക്കെയായിരുന്നു, അതുപോലെ ഈ തൊഴിലാളി വർഗം എന്നൊക്കെ പറയുന്നത് അവരെയൊക്കെയായിരുന്നു അവർ ഫോക്കസ് ചെയ്തിരുന്നത്. അവർ പീഡിതരാണ്, പീഡിത വർഗം അതാണ് അവരെടുക്കുക. ആ പീഡിതരുടെ കൂടി അവരെ രക്ഷിക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച് അങ്ങനെ പോകും. കുറേ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക്, ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ ജാതി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഒരു വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ എടുക്കാൻ പറ്റുന്ന ആരാണ്? അത് ഇവിടുത്തെ മുസ്ലിങ്ങളാണ്. ഞങ്ങൾ അവരുടെ രക്ഷകരാണ് എന്നുള്ള ആ ഒരു ധ്വനി അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു, പരാജയപ്പെട്ടു. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇവർ പീഡിതരാണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. ഇവർക്ക് കഴിവില്ല. അതൊരു ഒരു ബിഗോട്രി ഓഫ് ലോ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്ന ഒരു വിഷയമാണ് അതിനകത്ത് വരിക. അതായത് മുസ്ലിങ്ങൾക്ക് കഴിവുണ്ട്, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ പോലും ഇവർ സമ്മതിക്കില്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്, നിങ്ങൾക്ക് കുറവുണ്ട്, ഞങ്ങൾ രക്ഷിച്ചോളാം, നിങ്ങൾ സ്വയം രക്ഷപ്പെടണ്ട എന്നൊരു ബിഗോട്രിയും കൂടി അവിടെ വരികയാണ്. അതിൻ്റെയും ഒരു പ്രശ്നമുണ്ട് അവിടെ. അപ്പോൾ സത്യത്തിൽ മുസ്ലിങ്ങളെ തളച്ചിടുകയാണ് ചെയ്യുന്നത്. അത് മുസ്ലിങ്ങൾക്ക് മനസ്സിലാവില്ല. മാത്രമല്ല അവരെ ഈ പറയുന്ന കൺസ്പിറസി തിയറികളായാലും ഇപ്പോൾ സംഘ പേടി കാണിച്ചുകൊണ്ട് ഭീകരവാദികൾ അപ്പുറമുണ്ട്, ജനോസൈഡിന് ഇറങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളങ്ങൾ പോലും പടച്ചുവിടുന്നതിന് അവർ കൂട്ടായി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ പേരിൽ ഇവിടെ കാട്ടിക്കൂട്ടിയിട്ടുള്ള വിഷയങ്ങൾ ഒരു തരത്തിലും ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ ബാധിക്കാത്തൊരു വിഷയം അത് മുസ്ലിമിനെ ബാധിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഈ മുസ്ലിം സംഘടനകളെക്കാൾ കൂടുതൽ, ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടൊക്കെ അതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരുന്നു, അവരെക്കാൾ കൂടുതൽ ക്രെഡിബിലിറ്റി ആ വാദത്തിന് കൊടുത്തത് ഇവിടുത്തെ ഇടതുപക്ഷമാണ്. അവരാണത് ഇവിടെ വലിയ തോതിൽ മാർക്കറ്റ് ഉണ്ടാക്കി കൊടുത്തത്. ഈ യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളുകളാണ് അവർ. ഇന്നിപ്പോൾ അവർ നേരെ തിരിഞ്ഞു. അത് പാടില്ല, അത് നിങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞ് അത് വരുത്തി അത് പാടില്ല എന്ന് പറയുന്ന ആളുകളായിട്ട് മാറിയിരിക്കണം. അപ്പോൾ എന്തിനാത് പറയുന്നത്? ഇവരുടെ വോട്ട് കിട്ടാൻ, വേറെ ഒന്നുമില്ല. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വെക്കുന്നുണ്ട്. ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം BJP കൊണ്ടുവരുന്ന പ്രശ്നമാണെന്ന് പറയുന്ന ഈ സാധനം കേരള ഗവൺമെൻറ് കൊണ്ടുവരാമല്ലോ. സ്റ്റേറ്റിൽ നിങ്ങൾക്ക് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാം, അങ്ങനെ തന്നെയാണ് അതിനകത്ത് എഴുതി. പഞ്ചായത്തിൽ വേണമെങ്കിലും കൊണ്ടുവരാം, തൽക്കാലം സ്റ്റേറ്റ് പിടിക്കുക. അപ്പോൾ എന്താ നിങ്ങൾ കൊണ്ടുവരാത്ത? BJP കൊണ്ടുവരുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കൊണ്ടുവരാം. ഇപ്പോൾ ഓരോ സംസ്ഥാനങ്ങൾ കൊണ്ടുവന്നു, ഹിമാചൽ പ്രദേശ് കൊണ്ടുവരുന്നു, ഉത്തരാഖണ്ഡ് കൊണ്ടുവന്നു. ഉത്തരാഖണ്ഡ് കൊണ്ടുവന്ന സമയത്ത് നിങ്ങൾക്ക് അതേപോലെ കേരളത്തിൽ ഒരു യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നുണ്ട്, എന്താ ചെയ്യാത്ത? അപ്പോൾ നിങ്ങളുടെ അവിടെ ഒരു ആത്മാർത്ഥത, അപ്പം നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം, അതിൻ്റെ ആ സാധനത്തിലൊരു പെശക അവിടെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ലക്ഷ്യം എന്ത്? നിങ്ങൾ പറയുന്നതും നിങ്ങൾ ചെയ്യുന്നതും നിങ്ങളുടെ ഉദ്ദേശം ഇതൊന്നും തമ്മിൽ അങ്ങ് മാച്ച് ആവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ ലക്ഷ്യം ഇതായതുകൊണ്ടാണ് ഈ
ഒരു അവിശുദ്ധ ബാന്ധവം അവിടെ വരുന്നത്. ഇനി ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും വേണ്ടത് തന്നെയാണ് ഭരണം, അധികാരം. അങ്ങനെ വരുന്ന സമയത്ത് അതും ഒരു വളരെ അപകടകരമായിട്ടുള്ളൊരു അധികാരമാണ് അതിനകത്ത് അവർ ലക്ഷ്യം വെക്കുന്നത്. എന്ന് വെച്ചാൽ അത് പാൻ നാഷണലാണ്. നാഷണൽ ബൗണ്ടറീസ് ഒന്നും അതിന് ബാധകമല്ല. ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഗ്ലോബലൈസ് ഇന്തിഫാദ എന്നൊക്കെ പറയുന്ന മാതിരി ഗ്ലോബലൈസ് ഇസ്ലാം എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. അതിൽ രാജ്യ അതിർത്തികളില്ല, പഞ്ചായത്ത് അതിർത്തികളൊന്നുമില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഏത് നാട്ടിലെയും പ്രശ്നങ്ങൾ എടുക്കുക എന്നുള്ളത് ഇന്ന് അവരുടെ ഒരു പുതിയ തന്ത്രമാണ്. അതാണ് ഇവിടെ ഗെയിൽ പൈപ്പ് ലൈൻ്റെ വിഷയത്തിൽ അവർ മുന്നിൽ വരുന്നത്. പ്ലാച്ചിമട, അതല്ലെങ്കിൽ ഇപ്പോൾ മറ്റുള്ള ഇതുപോലെ ഏത് വിഷയം വന്നു കഴിഞ്ഞാലും ഈ നമ്മുടെ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് അവർ മുന്നിലുണ്ടായിരുന്നു. ഇതിലൊക്കെ അവർ വന്ന് വീഴുന്നതിൻ്റെ കാര്യം ഇതാണ്. അതിൽ വന്ന് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന്, ഈ സാധനം തന്നെയാണ് ഈ മിഷൻ 2047 അവർ എഴുതി വെച്ചത്. പൊതുജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇറങ്ങി തിരിച്ച് അവരുടെ ഭാഗമായി അവരുമായിട്ട് ബന്ധം ഉണ്ടാക്കാനുള്ള അവസരങ്ങളായിട്ട് ഇതിനെ ഉപയോഗിക്കണമെന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഒരു സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 അങ്ങനെ സ്റ്റേജസ് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു സ്റ്റേജാണിത്, വിഷയങ്ങളിൽ ഇടപെടുക. അങ്ങനെയാണിത് ആളുകളുടെ വിശ്വാസം പിടിച്ചു പറ്റുന്നത്. അതാണ് ഇവർ ചെയ്യുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ ഒരു ടാക്റ്റിക്കാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇത് ഏറ്റവും ചേർന്ന് പോകുന്നത് ഈ കൂട്ടം ആളുകൾക്കാണ്. കാരണം അവർ ലക്ഷ്യം വെക്കുന്നത് ഒരേ കൂട്ടം ആളുകളായതാണ്, പീഡിതർ. ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക. അതാണ് ഇതിൽ എഴുതി വെച്ചത്. SC, ST, OBC, ദളിത് വിഭാഗങ്ങൾ. അതാണ് ഇസ്ലാമിസ്റ്റുകൾ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അതാണ് അതിൻ്റെ കോമൺ രീതി. ഈ ദളിത് മുസ്ലിം ഐക്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്ന ഒരു ഇതായിരുന്നു, ഒരു പദ്ധതിയായിരുന്നു. അത് സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെയുണ്ട്. അങ്ങനെ ഒരു ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷവും ഈ ദളിത് മുസ്ലിം ഐക്യം, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളും പോപ്പുലർ ഫ്രണ്ടും പറയുന്നുണ്ട്. ഇപ്പോൾ SDPI തന്നെ ദളിത് മുന്നോട്ട് കൊണ്ടുവരില്ല എന്ന് പറയുന്നുണ്ട്. പല ദളിത് ബുദ്ധിജീവികളെന്ന് പറയപ്പെടുന്നവരും ഇസ്ലാമിസ്റ്റുകൾക്കും അനുകൂലമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇത് എന്തെങ്കിലും സത്യമുള്ള കാര്യമാണോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇവരുടെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അത് പച്ചയ്ക്ക് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നു. മിഷൻ 2047 ഡോക്യുമെൻറ്റിൽ അവർ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് ഈ ഐക്യം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ മുസ്ലിം പോപ്പുലേഷൻ നിലവിൽ കുറവാണ്. 25%, 27%ഒക്കെയാണ്. ഇപ്പോൾ കേരളത്തിൽ വരും 27%. കേരളത്തിന് വെളിയിൽ അത്രയില്ല, മീൻസ് ഓൾ ഇന്ത്യ ലെവലിൽ എടുത്ത് നോക്കുമ്പോൾ. അപ്പോൾ ഇവരുടെ ലക്ഷ്യം ഒരു ഓൾ ഇന്ത്യ ലെവലിലുള്ള പോപ്പുലേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു സവർണ വിഭാഗമുണ്ട്. ഓക്കെ, അപ്പോൾ അവരെയാണ് നമുക്ക് എതിരിടേണ്ടതും തോൽപ്പിക്കേണ്ടതും. നമ്മളെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ പറയുമല്ലോ, എന്താണ് ഒരു മറ്റൊരു ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന മാതിരി ആ രീതിയിൽ കോമൺ എനിമീസിനെ നമ്മൾ കണ്ടെത്തുക, അത് അവതരിപ്പിക്കുക. എന്നിട്ട് ആ കോമൺ എനിമി ആയിട്ടുള്ള ആളുകൾക്കെതിരെ നിൽക്കുന്ന ആളുകളെ നമ്മൾ മിത്രങ്ങളാക്കി മാറ്റിയിട്ട് അംഗബലം കൂട്ടുക. ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ ഒരു സ്ട്രാറ്റജിയിലാണ് ദളിത് ഐക്യം വരുന്നത്. അത് ഈ ഡോക്യുമെൻറ്റിൽ അവർ എഴുതി വെച്ചിരിക്കുകയാണ്. അതായത് നമുക്ക് ഇപ്പോൾ പോപ്പുലേഷൻ കുറവാണ്, പക്ഷേ നമുക്കൊരു ഫൈറ്റിങ്ങിനൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൾ വേണമെന്നുണ്ടെങ്കിൽ തൽക്കാലം നമുക്ക് ദളിതർ കൂടെ കൂട്ടണം. അതാണ് നമ്മൾ അവർ കൂടെ നിർത്തേണ്ടത് എന്ന് തന്നെയാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. പാകിസ്ഥാനിൽ പക്ഷേ ഏറ്റവും കൂടുതൽ ഇസ്ലാമിസ്റ്റുകളുടെ ഇന്ന് ദുരിതം അനുഭവിക്കുന്നത് ഹിന്ദു ദളിത് വിഭാഗക്കാരാണ്. അവരവിടെ ഭൂരിപക്ഷമല്ലേ, അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർ ഓൾറെഡി ഇൻ പവർ. ഇതൊരു ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ഓൾറെഡി ഇസ്ലാമിക രാജ്യമാണ് പാകിസ്ഥാൻ. അവിടെ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. അവിടെ ഈ പീഡിതർ എന്ന് നമ്മൾ പറയുന്ന ആ പീഡനം എന്താണ്? ആ പീഡനം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളൊരു പാകിസ്ഥാനി ക്രിസ്ത്യൻ, ഒരു പെർസിക്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ആളിന്ന് പാകിസ്ഥാനിലല്ല, ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട് വേറെ സ്ഥലത്ത് ജീവിക്കുകയാണ്. അപ്പോൾ ആളുമായിട്ട് സംസാരിച്ചപ്പോൾ ആൾ ക്ലിയർ ആയിട്ട് പറയുകയാണ്, ഇനിയിപ്പോൾ മറ്റൊരു ഹിന്ദുവിനെ നമ്മൾ കൊണ്ടുവരാനിരിക്കുകയാണ് അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി. അവർ പറയുന്നത് അവിടുത്തെ ക്രിസ്ത്യൻസും അവിടുത്തെ ഹിന്ദുക്കളുമായിട്ടുള്ള ആളുകൾ, ഇൻക്ലൂഡിങ് ഇപ്പോൾ അഹമ്മദിയാക്കളടക്കം, അവർ ഫേസ് ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അവരെന്തിനാണ് വേട്ടയാടുന്നത്? പെർസിക്യൂഷൻ അവർക്ക് നേരെ നടത്തുന്നത് എന്തിനാണ്? അവരുടെ വിശ്വാസത്തിൻ്റെ പേരിലൊന്നുമല്ല. അത് അവിടെയുള്ള ഈ വിശ്വാസികൾ, ഈ ഇസ്ലാം മത വിശ്വാസികൾ അവരുടെ ചില കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഹിന്ദു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു, ക്രിസ്ത്യൻ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു, നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. അതുപോലെ ധനികരായിട്ടുള്ള ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ തട്ടിക്കൊണ്ടു പോകുന്നു. ഇതും അവിടെ നടക്കുന്നതാണ്. എന്താ അവർ ചെയ്യുന്നത്? തട്ടിക്കൊണ്ടു പോയിട്ട് പൈസ ആവശ്യപ്പെടുക. ഇത് സാമ്പത്തികമായിട്ടുള്ളൊരു സംഗതിക്കും കൂടി ഉപയോഗപ്പെടുത്തുന്ന കാര്യമാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ ആ പ്രോസിക്യൂഷൻ നേരിട്ട ആൾ പറഞ്ഞത്, ഈ ഹിന്ദു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന, ഇവരുടെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനും വേറൊരാളും തമ്മിലൊരു സാമ്പത്തിക ഇടപാടുണ്ട്, എനിക്ക് അയാൾക്ക് ആ പൈസ കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അയാൾ പറയണം, എന്നാൽ നീ എനിക്കൊരു പെൺകുട്ടീനെ കൊണ്ടെത്താം എന്ന് പറയണം. അപ്പോൾ ഇയാളെന്താ ചെയ്യുന്നത്? ഓക്കെ,
അതാണെങ്കിൽ അവിടെ ഇഷ്ടംപോലെ എളുപ്പം നടത്താൻ പറ്റുന്ന കാര്യമാണ്. കാരണം സ്റ്റേറ്റ് സ്പോൺസേഡ് ആണ് ആ സാധനം. നിയമത്തിന് മുന്നിൽ വന്ന് ഇയാൾ ഒരിക്കലും പിടിക്കപ്പെടാൻ പോകുന്നില്ല എന്ന് അയാൾക്കും അറിയാം. അപ്പോൾ അയാൾ എന്താ ചെയ്യുന്നത്? ഇയാൾ ഏതെങ്കിലും ഒരു അങ്ങാടി പോകുന്നു, ഏതെങ്കിലും ഒരു ഗോത്രത്തിൽ പോകുന്നു, എന്നിട്ട് എന്താണോ മുഹമ്മദ് നബി ചെയ്തത് ആ പണി തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അവിടെ പോയിട്ട് ഒരു അമുസ്ലിമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ അവിടെ നിന്ന് തട്ടിയെടുക്കുന്നു. അതിന് കുറേ വാച്ച് ചെയ്യുന്നു, ആളെ കണ്ടെത്തുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ആളെ തട്ടിക്കൊണ്ടുപോരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് ഇയാളുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അയാൾ ചെയ്യുന്നത് ഒരു കൂട്ടം ആളുകളായിട്ടായിരിക്കും, ഒറ്റയ്ക്കായിരിക്കില്ല. അവരുടെ നീഡ്സൊക്കെ അവിടെ നടത്തിയതിന് ശേഷം, ബലാത്സംഗമൊക്കെ നടത്തിയതിന് ശേഷം ഈ കുട്ടിയെ കൊണ്ടുപോയി മറ്റേ ആൾക്ക് കൊണ്ടുപോയി കാഴ്ചവെക്കുന്നു. അയാളും ഹാപ്പി, ഇയാളുടെ സാമ്പത്തിക ബാധ്യത അവിടെ തീരുന്നു. ഇതാണ് അവിടെ നടക്കുന്നതെന്നാണ് അവിടെ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ഇതാണ് ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകുന്ന പെൺകുട്ടികൾ പിന്നെ പുറലോകം കാണില്ല എന്ന് വെച്ചാൽ ദേ ആർ ഗോൺ ഫോർ എവർ. അങ്ങനെ ഒരു കുട്ടി പിന്നെ ജീവിച്ചിരുന്നില്ല എന്നുള്ളത് ആ ഫാമിലിക്ക് അവർ നഷ്ടപ്പെടുകയാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണത്. ഇത് അവിടെ നടക്കുന്നു. ഇങ്ങനെ കൊണ്ടുപോകപ്പെട്ട ആളുകളെ രക്ഷിച്ചുകൊണ്ട് വരുന്ന സംഘടനകൾ അവിടെ ഉണ്ട്. ഏറ്റവും കൂടുതൽ സിന്ധ് പ്രവിശ്യയിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഇവിടെ നടക്കുന്നതായിട്ട് അറിയുന്നത്. അവിടെയുള്ള ചില ആളുകൾ നമ്മൾ കോൺടാക്ട് ചെയ്ത് സംസാരിക്കുന്ന പോലുണ്ട് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരോട് അറിയുന്ന കാര്യമാണ് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ബോഡീസ് ഇതെല്ലാം നടത്തുന്നത് ഈ പാകിസ്ഥാനിലെ ഈ ഒരു സെറ്റിങ്ങിനകത്ത് നിന്നാണ്. ഇത് പാകിസ്ഥാനിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല. ഇതിപ്പോൾ യസീദി പെൺകുട്ടികൾക്കെതിരെ നടന്നത് ഇത് തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ കുർദുകൾക്ക് എതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള വിഷയങ്ങളാണ്. യമനിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. യു കെയിൽ ഗ്രൂമിങ് ഗ്യാങ് തന്നെയാണ് കേൾക്കുന്നത്. അപ്പം അമുസ്ലിങ്ങളായിട്ടുള്ള കാഫറുകളായിട്ടുള്ള ആളുകളെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ തടസ്സം നിൽക്കുന്ന സംഗതികളൊന്നും ഇല്ലയെന്ന് മാത്രമല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ പൊതു നിയമ സംവിധാനം കൊണ്ടുള്ള എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇസ്ലാമികമായിട്ട് ഇതിന് വലിയ തടസ്സമൊന്നുമില്ല. അടിമയാക്കുക, ഗോത്രം കൊള്ളയടിക്കുക, അവരെ പിടിക്കുക, അവരെ ബലാത്സംഗം ചെയ്യുക, അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുക, ഇത് തന്നെയാണ് ചെയ്തിരുന്നത്. ഇതേ പ്രവൃത്തി ഇന്ന് അതിൻ്റെ വേറെ മോഡേണൈസ്ഡ് വേർഷനായിട്ട് അവർ ചെയ്യുന്നു. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പെർസിക്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് പെർസിക്യൂഷൻ എന്ന് വിളിക്കാൻ കഴിയില്ല. ഇത് ശരിക്കും അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുകയാണ്. നമുക്കാണ് അത് പെർസിക്യൂഷനായിട്ട് തോന്നുന്നത്. പാകിസ്ഥാനിലൊക്കെ നമുക്കാണ് അതൊരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനായിട്ട് തോന്നുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം മതം അനുവദിച്ച കാര്യം ചെയ്യുന്നു. അതിൻ്റെ തടസ്സം നിൽക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അപ്പോൾ അതാണ് അതിലെ കോൺഫ്ലിക്റ്റ്. ഈ ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ മൗദൂദി തുടങ്ങി വെച്ചൊരു പ്രത്യയശാസ്ത്രമാണ്. അതിപ്പോൾ പാകിസ്ഥാനിലുണ്ട്, ബംഗ്ലാദേശിലുണ്ട്, കാശ്മീരിൽ വേറെ തന്നെയാണ്, കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. ഓരോന്നിനും വേറെ പേരിട്ടാണ്. പക്ഷേ ഒരേ സമയം മനുഷ്യാവകാശം, ജനാധിപത്യ സംരക്ഷണം എന്ന് ഇന്ത്യയിൽ പറയുകയും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുമൊക്കെ വളരെയധികം വംശഹത്യകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനവുമാണ്. പക്ഷേ ഇന്ത്യയിൽ അത് സംസാരിക്കുന്ന സമയത്ത് അവരുമായി ഒരു ബന്ധവുമില്ല എന്നുള്ള രീതിയിലാണ് പൊതുവെ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുന്നത്. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ മീഡിയ വൺ ഉൾപ്പെടെ അല്ലെങ്കിൽ മാധ്യമം ഉൾപ്പെടെ ഏറ്റവും ജനാധിപത്യത്തിന് വേണ്ടി നിൽക്കുന്നു, മനുഷ്യാവകാശത്തിന് വേണ്ടി നിൽക്കുന്നു, പരിസ്ഥിതിക്ക് വേണ്ടി നിൽക്കുന്നു. പക്ഷേ ഇന്ത്യക്ക് പുറത്തോട്ട് ഇതേ പ്രത്യയശാസ്ത്രമുള്ള സംഘടന ചെയ്തിരിക്കുന്നത് അഹമ്മദീയരെ ആയിക്കോട്ടെ, ഹിന്ദുക്കളെ ആയിക്കോട്ടെ, ബംഗ്ലാദേശിൽ ഇതൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇതൊരു വലിയൊരു കാപട്യാണ് ഈ സംഗതി. ഓക്കെ, ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഈ LGBTQ വിഭാഗത്തോട് ഇവർ കാണിക്കുന്ന രീതികളാണ്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിനകത്ത് ജമാഅത്ത് ഇസ്ലാമി വരൂ, LGBTQ നിങ്ങൾക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ബാനറൊക്കെ വെച്ച് അവർക്ക് വേണ്ടിയിട്ട് ട്രാൻസ്ജെൻഡറുകളെ ആദരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി നടത്തുന്ന ആളുകളാണ് ഇതിൻ്റെ ഒരു പിക്ചറൈസേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യുന്നതാണ്. ഇതേ ജമാഅത്ത് ഇസ്ലാമി പാകിസ്ഥാനിൽ ചെയ്യുന്നത് ഇവരെ എറിഞ്ഞുകൊല്ല, ബംഗ്ലാദേശിൽ ചെയ്യുന്നത് ഇവരെ എറിഞ്ഞുകൊല്ല. ഇതാണ് അവിടെ നടക്കുന്നത്. ഞാൻ ഈ സംഗതിയെ കാണുന്നത് ഇതാണ് ശരിക്കും സംഭവിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഈ മാറ്റമാണ് ഉണ്ടാകേണ്ടത്. ഇതെങ്ങനെ ഉണ്ടായി? ഉണ്ടാകാനുള്ള എന്ത് സാഹചര്യമാണ് ഇവിടെ ഉള്ളത്? ആ സാഹചര്യത്തെ ആരാണ് സൃഷ്ടിച്ചത്? ആ സൃഷ്ടിക്കപ്പെട്ട സാഹചര്യത്തെ ആരാണ് നിലനിർത്തുന്നത്? ആ നിലനിർത്തുന്നതിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഇതാണ് നമ്മളുടെ അന്വേഷണം. ചോദ്യം ഇതാണ്. ഞാൻ തറപ്പിച്ച് പറയുന്നു, അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യം, ആ സാഹചര്യം നിലനിർത്തുന്നതിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് 0 പങ്കാണെന്ന് മാത്രമല്ല, ഇതിനെ തകർക്കുന്നതിൽ ഇവർക്ക് വലിയ പങ്കുണ്ടതാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. എന്താണ് ആ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സോഷ്യൽ പ്രഷറാണ്, ഒരു സെക്യുലറൈസിങ് ഡെമോക്രറ്റൈസിങ് പ്രഷറാണത്. ആ പ്രഷർ ഇവിടെ ഉണ്ടായത് ഇവിടുത്തെ ഭൂരിപക്ഷം അത് മുസ്ലിങ്ങളല്ലാതിരുന്നുകൊണ്ട് തന്നെയാണ്. അത് മറ്റു മതങ്ങൾ, അതിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അവർ മുസ്ലിം ഇതര വിശ്വാസികളായതുകൊണ്ട് തന്നെയാണ് ആ ഒരു സോഷ്യൽ പ്രഷർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. മറിച്ചായിരുന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ പ്രഷർ ഉണ്ടാകുമ്പോൾ ആ പ്രഷർ ഇങ്ങനെയല്ല. ഒരു വയലൻറ്റ് ഒരു സോഷ്യൽ പ്രഷർ ആയിരിക്കും, അതൊരു മോബ് ലിഞ്ചിങ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. പാകിസ്ഥാനിൽ നമ്മൾ സ്ഥിരം കേൾക്കുന്ന കാര്യം, മിനിയാന്ന് ഒരാഴ്ചയ്ക്ക് മുന്നേ ഒക്കെ നമ്മൾ കേട്ട കാര്യമാണ്.
മതനിന്ദ നടത്തി എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ പോലും തല്ലിക്കൊല്ലുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു സുലൈമാൻ ഖാൻ എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങാതി അവിടെ മറ്റേ സിയാൽകോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. അവിടെ വന്ന് ഇവൻ ഖുറാൻ കത്തിച്ച ആളാണ്, ഖുറാൻ കീറി മുറിച്ച ആളാണ് എന്ന് പറഞ്ഞ് പള്ളിയിലൂടെ അനൗൺസ് ചെയ്ത് അവിടെയുള്ള ആളുകൾ 2000-ഓളം പേര് ഒത്തുകൂടുന്നു, അവനെ പിടിക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു, പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നു, അവനെ പിടിച്ച് പുറത്തിറക്കുന്നു, പോലീസ് സ്റ്റേഷൻ തീയിടുന്നു, അവനെയും തീയിടുന്നു. ഇതാണ് കണ്ടത്. അവിടെ ഉണ്ടായിരുന്ന ആ പ്രഷർ, സോഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് അതൊരു വയലൻസിൻ്റെയാണ്, അത് ഒരു റാഡിക്കലൈസ്ഡ് ഒരു അറ്റ്മോസ്ഫിയറാണ്, ഒരു സോഷ്യൽ പ്രഷറാണ് അവിടെ ഉള്ളത്. അതല്ല നമുക്ക് വേണ്ടത്. നമ്മളിവിടെ ഇപ്പോൾ ചില സർവേസൊക്കെ നടത്തിയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രം വേണോ എന്ന് ചോദിച്ചിട്ടൊരു സർവേ നടത്തി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത നമ്മൾ കണ്ടിരുന്നു. അതിൽ അഭിപ്രായം പറഞ്ഞ 10-ൽ 7 പേരും പറഞ്ഞത്, അത് ഹിന്ദുക്കൾ പറഞ്ഞത് ഇവിടെ ഹിന്ദു രാഷ്ട്രം വേണ്ടെന്ന്. അതേസമയം UK ഇങ്ങനൊരു സർവേ നടത്തി മുസ്ലിങ്ങളുടെ ഇടയിൽ, UK ഒരു ശരിയ രാജ്യമാക്കണം, ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന്. അതിനകത്ത് 40% മുസ്ലിങ്ങളും പറഞ്ഞത് ശരിയാ, അവിടെ വേണം, അവിടെ ഇസ്ലാമിക രാഷ്ട്രമാക്കണം എന്നാണ്. ഞാൻ അന്നും വെച്ച വെല്ലുവിളിയാണ്, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ നിങ്ങളൊരു സർവേ നടത്തുക, ഇന്ത്യ ഒരു ശരിയ നിയമം ഉള്ള ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന്. എന്താ അത് ചെയ്യാൻ ഇവിടുത്തെ ആളുകൾക്ക് പറ്റാത്ത? നിങ്ങൾ ചെയ്ത് കാണിക്കുക. ഞാൻ പറയുന്നു, ഞാൻ ഈ മതം വിടുന്നതിന് മുന്നേ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സ്വപ്നമാണ് ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കണം എന്നുള്ളത്. ഇത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആശയമല്ല. പോപ്പുലർ ഫ്രണ്ടുകാർ അത് പ്രാവർത്തികമാക്കുന്നു, അവരത് മെറ്റീരിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പശ്ചാത്തലം ഒരുക്കുന്ന ആളുകളായിട്ട് മാറുന്നു. എങ്ങനെയാണ് അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടായത്? ഈ ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് അതാണ് ഞാൻ പറയുന്നത്. മതം പഠിപ്പിക്കുന്നത് അതാണ്. നിങ്ങൾ നിലകൊള്ളേണ്ടത് കുഫറിൻ്റെ ഭരണം ഇവിടെ ഉണ്ടാകണം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ വസിക്കുന്ന സ്ഥലം അത് ഇസ്ലാമിൻ്റെ അടിയിൽ കൊണ്ടുവരാൻ തന്നെയാണ് മതം നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻ. ഇവിടുത്തെ സമസ്തയും ഇവിടുത്തെ മുന്നേ ഉണ്ടായിരുന്ന ഇസ്ലാം മത പണ്ഡിതർ എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ അവർ ബ്രിട്ടീഷുകാരോട് ഒപ്പം നിൽക്കുന്ന ആളുകളായിരുന്നു. നമ്മളിപ്പോൾ സവർക്കറെ മാത്രമാണ് എല്ലാവരും കളിയാക്കാറുള്ളൂ. ബ്രിട്ടീഷുകാരുടെ ഷൂ ആണ് സവർക്കർ നക്കിയെന്ന് പറയുന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരുടെ എന്താണ് കോണകം വരെ അലക്കിയിട്ട് അതും പിടിച്ചുകൊണ്ട് നടന്ന ആളുകളാണ് ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ. അവർ പറഞ്ഞിരുന്നത് എന്താണ്, ബ്രിട്ടീഷുകാർ ഒന്നില്ലെങ്കിൽ പുസ്തകത്തിൻ്റെ ആൾക്കാരാണ്, എന്താണ് കിതാബിൻ്റെ ആൾക്കാരാണ് അല്ലേ, ഹിന്ദുക്കൾ അവർ ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവർ കാഫിറുകളാണ്, അതിനേക്കാളും ഭേദം ബ്രിട്ടീഷുകാരാണെന്ന് പറഞ്ഞ ആളുകളാണ് ഇവിടെയുള്ള മുസ്ലിം സംഘടനകൾ ഒരു കാലഘട്ടത്തിൽ. ഇന്ന് അവരാണ് ഇരുന്നിട്ട് മറ്റു കാര്യങ്ങൾ പറയുന്നത്. ഒരു ധാർമ്മിക അവകാശം അവർക്കില്ല അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നത് നമ്മൾ തുറന്ന് പറയണ്ടേ. അതെന്ത് സാധിക്കാത്തത്? അവർ പോകരുത് എന്ന് പറഞ്ഞ ആളുകളാണ് ഇവിടെ ഉള്ളത്. പറയുന്നതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ കഴിയില്ല, അതിനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ അവരിന്ന് ഇരുന്നിട്ട് മറ്റുള്ള ആളുകളെ ചൂണ്ടിക്കാണിച്ച് അവർ സ്വാതന്ത്ര്യ സമരത്ത് ഒറ്റുകൊടുത്തവർ എന്നൊക്കെ വിളിക്കുമ്പോൾ ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ ബാക്കി 4 എണ്ണം ഇവർക്ക് നേരെയാണെന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം, കാണാതെ പോകുന്ന വിഷയം. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇസ്ലാമിക രാഷ്ട്രമാക്കുക അല്ലെങ്കിൽ ഇസ്ലാമികവൽക്കരിക്കുക, ഇസ്ലാം കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിക്കുക എന്ന് പറയുന്നത് ഓരോ മുസ്ലിമിൻ്റെയും മേത്തുള്ള ഒരു ബാധ്യതയാണ്. അത് അറിയുന്നവരത് ചെയ്യും, അറിയാത്തവർ ജനാധിപത്യം മതേതരത്വം എന്നൊക്കെ പറഞ്ഞ് നടക്കും. പക്ഷേ ഏതെങ്കിലും പള്ളിയിൽ നിന്ന് ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ഒരു ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്താൽ മതി, നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താൽ ഒരു 2 മണിക്കൂർ മതി, അവൻ തിരിച്ച് ചിന്തിക്കും. അതാണ് നമ്മളെപ്പോഴും പറയാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾക്കൊരു മുസ്ലിമിനെ പിടിച്ചിരുത്തിയിട്ട് അരമണിക്കൂർ നേരം അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ നേരം നിങ്ങൾ ജാക്കിർ നായിക്കിൻ്റെ പ്രസംഗം കേട്ടാൽ മതി, അവനെ നിങ്ങൾക്ക് മതേതരത്വ വിരുദ്ധനാക്കാം, അവനെ നിങ്ങൾക്ക് ജനാധിപത്യ വിരുദ്ധനാക്കാം, അവനെ നിങ്ങൾക്ക് ഇന്ത്യയിൽ ജനാധിപത്യം വേണ്ട, മതേതരത്വം വേണ്ട, എന്താണ് ഡെമോക്രസി ഈസ് എ ക്യാൻസർ, ഇസ്ലാം ഇസ് ദ ആൻസർ എന്ന് പറയുന്ന ആളാക്കി മാറ്റാൻ കഴിയും. ഒരു 1.5 മണിക്കൂർ നേരം പ്രസംഗം കേൾപ്പിച്ചാൽ മതി. നിങ്ങൾ ഒരു നൂറ്റാണ്ട് കാലം ഒരു ഹിന്ദുവിനെ പിടിച്ചിരുത്തിയിട്ട് നിങ്ങൾ ഏതെങ്കിലും സ്വാമിയുടെ പ്രസംഗം കേൾപ്പിച്ചാലും ശരി, നിങ്ങൾക്ക് അവനെ ഒരു ജനാധിപത്യ വിരുദ്ധനാക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് അവനെ ഒരു മതേതരത്വ വിരുദ്ധനാക്കാൻ കഴിയില്ല. കാരണം അവർ ചിന്തിക്കുന്നത് അങ്ങനെയല്ല അടിസ്ഥാനപരമായി. അങ്ങനെ ഒരു ലക്ഷ്യം മതത്തിൻ്റെ പേരിൽ അവർക്കില്ല. ഇത് നേരെ തിരിച്ചാണ്. ഈ പ്രണയം നടിച്ചുള്ള മതപരിവർത്തനം എന്നുള്ളത് ഭയങ്കര ചർച്ചയായ ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടോ? എന്താണ് സാഹചര്യം? മതം പരിവർത്തനം അതൊരു വിഷയമാണോ? ആണ്. അതിന് എന്തെല്ലാം ടാക്ടിക്സ് ഉപയോഗിക്കാൻ പറ്റും അതെല്ലാം ഉപയോഗിക്കും. അതിൽ പ്രണയം ഒരു ടാക്ടിക്ക് തന്നെയാണ്, ഒരു സംശയമില്ല. കൺവേർഷൻ ജിഹാദ് ഇവിടെ ഉണ്ട്. ഓക്കെ, കടം വീട്ടിയിട്ട് ജിഹാദ് നടത്തിയിട്ട് എന്ന് വെച്ചാൽ കടം വീട്ടൽ ജിഹാദ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഒരു കടം കൊണ്ട് വലയുന്ന ഒരു അമുസ്ലിമിനെ പിടിക്കുന്നു,
എന്നിട്ട് അവനോട് പറയാണ്, നീ ഇസ്ലാമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ കടം ഞങ്ങൾ വീട്ടിൽ തരാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വല്ല 1000-10,000 കടമായിരിക്കുന്നു. 60 ലക്ഷം 1 കോടി രൂപയൊക്കെ വരെ കടമുള്ള ആളുകളെ ഇതേപോലെ വീട്ടിൽ കൊടുത്തുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നാൽ ചെയ്തു തരാമെന്ന് പറയുന്ന ആളുകളെയും അതിനുവേണ്ടി കൂട്ടുനിന്ന ആളുമാണ് ഞാൻ. ഓക്കെ, അവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടത് അവൻ്റെ അറ്റം മുറിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് പേടിച്ച് ഓടി. ഇതിനേക്കാളും ഭേദം എൻ്റെ കടമാണെന്ന് പറഞ്ഞ് അവന് രക്ഷപ്പെട്ടു. ഇതാണെന്നുണ്ടായത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതെൻ്റെ ക്ലോസ് അനുഭവമാണ്. ഞാനാണ് ഇവനെ ഒരു സ്ഥലത്ത് കൊണ്ടാക്കുന്നത്. ഒരു മതം പഠിക്കാൻ വേണ്ടിയിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ കോഴിക്കോടുള്ള ഒരു സെൻറ്ററിൽ കൊണ്ടാക്കി വേറൊരാൾ വഴി അന്വേഷിച്ച് കുറേ നാളവിടെ പോയി. പിന്നെയാണ് അറിയുന്നത്. ഞാൻ ചോദിച്ചു എന്തായി എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ശരിയാവില്ല, അറ്റം ചെന്നിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ അതിവിടെ ഉണ്ടോ? ഉണ്ട്. വീട് പണിത് കൊടുത്തിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവനൊരു വീട് പണിത് കൊടുക്കുന്നു. പക്ഷേ കണ്ടീഷൻ ചെയ്താൽ നിങ്ങൾ മതത്തിലേക്ക് വരണം. അതേപോലെ ജോലി വാങ്ങിച്ചു കൊടുത്തിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ പല പല രീതിയിൽ മതത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് പണം കൊടുത്തുകൊണ്ട്, സാമ്പത്തിക സഹായമാവാം, ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് മതത്തിലേക്ക് ആകർഷിക്കുന്ന രീതി, ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന രീതിയാണ്. സക്കാത്തിൻ്റെ അവകാശികൾ 8 അവകാശികൾ പറയുന്നുണ്ട്. അതിനകത്ത് ഒരവകാശം ആർക്കാണ്? ആ അവകാശം എന്ന് പറയുന്നത് ഇസ്ലാമിലേക്ക് വരാൻ സാധ്യതയുള്ള ആളുകൾക്ക് കൊടുക്കാമെന്നാണ്. അതായത് ദാനധർമ്മങ്ങൾക്ക് വലിയ സ്ഥാനമാണ് ഇസ്ലാമിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, വഴി കൂടെ പോകുന്ന പാവപ്പെട്ടവരൊക്കെ പിടിച്ചിട്ട് കൊടുക്കുന്നു. ഇല്ല, പാവപ്പെട്ടവൻ അമുസ്ലിം ആണെന്നുണ്ടെങ്കിൽ അവന് കൊടുക്കാൻ കഴിയില്ല. കൊടുക്കുന്നത് ഹറാമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈ സക്കാത്തിൻ്റെ അവകാശം പറയുമ്പോൾ. അല്ലാതെയുള്ള ദാനമൊക്കെ കൊടുക്കാമെന്നൊക്കെ പറയും. അപ്പോഴും പ്രശ്നമുണ്ട്. ഒരു അമുസ്ലിമും മുസ്ലിമും അവിടെ വരികയാണ്, രണ്ടുപേരും പാവപ്പെട്ടവനാണ്. ആദ്യം ആരുടെ പ്രശ്നം തീർക്കണം? ഇസ്ലാം പഠിപ്പിക്കുന്ന ആദ്യം മുസ്ലിമിൻ്റെ പ്രശ്നം തീർക്കണം, എന്നിട്ട് മതി അമുസ്ലിം എന്ന് പറയുന്നിടത്ത് ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ അവകാശം പറയുന്നിടത്ത് പോലും അവിടെയും ഒരു കൂട്ടം ആളുകൾ ആരാണ്? മതത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ആളെ തിരഞ്ഞു പിടിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞ പോലെ ഇതിനൊരു ബൃഹത്തായിട്ടുള്ളൊരു രീതിയുണ്ട്. അപ്പോൾ ഒരാൾ മതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല ടാക്ടിക്സ് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ടൊരു ടാക്ടിക്കായിട്ട് അവർ ഉപയോഗിക്കുന്നതാണ് ഈ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ അതിലുണ്ട് ഒരു കാര്യം, അതായത് മുസ്ലിമായിട്ടുള്ള പുരുഷനാണ് അമുസ്ലിമായിട്ടുള്ള ആളെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. മുസ്ലിമായിട്ട് സ്ത്രീക്ക് അമുസ്ലിമായിട്ടുള്ള പുരുഷനെ പോയിട്ട് കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് അത് മതം വിലക്കിയിട്ടുള്ളൊരു സംഭവമാണ്. ഇനി അഥവാ അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ആ ചങ്ങാതി ഇസ്ലാമിലേക്ക് വരണം. അത് വന്നതിന് ശേഷമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ് പറയുക. അതൊക്കെയാണ് ഇതിൽ നിയമമായിട്ട് വരിക. എന്തായാലും അത് ഇതിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുന്നത് ഈ സെമറ്റിക് മതങ്ങളുടെ ഒരു പൊതു സ്വഭാവമാണ്. ആളെ കൂട്ടുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പൊതു സ്വഭാവം ആയതുകൊണ്ട് അതിനുവേണ്ടിയുള്ള എല്ലാ പരിപാടിയും അവരെടുക്കും. അതിലൊന്നാണ് ഇത്. പൊതുവെ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരു പട്ടം കിട്ടാറുണ്ടല്ലോ, സംഘിപ്പട്ടമാണ് പൊതുവെ ഇടയ്ക്കൊക്കെ കിട്ടാറുണ്ട്. എന്ത് തോന്നുന്നു അതിനെപ്പറ്റി? ഞാനതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പണ്ടൊക്കെ അതൊരു തടസ്സമായിട്ടാണ് ആളുകൾ ഉന്നയിച്ചിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംഖ്യയാണ്, ശരി സമ്മതിച്ചു, ഇനി ചോദിച്ചതിന് ഉത്തരം പറയും, ഇത്രയാണ് നമുക്ക് പറയാനുള്ളൂ. സംഖ്യയാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ചോദിച്ചത് വാലിഡ് ആണോ, അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, ഇതാണ് നമുക്ക് അറിയാനുള്ളൂ. അപ്പോൾ ചോദിച്ചതിന് ഉത്തരമില്ലാതെ വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ലാതെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആകെ കൂടി പറയാൻ കഴിയുന്ന കാര്യമാണ് ഈ സംഖ്യപ്പട്ടം എന്നുള്ളത്. ഇതിനോടകം ലോകം നാസ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓപ്പണായിട്ട് സംഖ്യയാണെന്ന് തന്നെ പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ പറയാറുള്ളത്. കാരണം എന്നാലേ ഇപ്പം നമുക്ക് വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇനി രണ്ടാമത്തെ ഒരു വശം, സംഖ്യ പറഞ്ഞു എന്നതിൻ്റെ പേരിലൊരു വസ്തുത അല്ലാതെ ആകുമോ? ഇപ്പോൾ സംഖ്യകൾ വന്നിട്ട് പറയണേ കഞ്ചാവ് അടിക്കരുതെന്ന് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് അന്ന് എല്ലാവരും കഞ്ചാവ് അടിക്കുമെന്ന് പറയുമോ? ഇല്ലല്ലോ. അപ്പോൾ വിഷയം അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അത് ആര് പറഞ്ഞു എന്നുള്ളത് പിന്നത്തെ കാര്യമാണ്. കൊച്ചുകുട്ടി പറഞ്ഞാൽ പോലും അത് വാലിഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ മാതൃകയാക്കേണ്ടത് ഈ വിദേശ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രശ്നവും അതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫ്രാൻസിലെ ഇലക്ഷൻ പോലും അവിടെ നമ്മൾ മാതൃകയാക്കേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ പറയുക. അതെന്ന് വെച്ചാൽ ഭരിച്ചുകൊണ്ടിരുന്നത് മാക്രോണാണ്. അപ്പോൾ അവിടുത്തെ വലതുപക്ഷം ഉന്നയിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സംഖ്യകൾ പറയുന്നു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ നടക്കുന്നത് അവിടെ നടക്കുന്നത് തമ്മിലുള്ള ഒരു വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്, അവിടെയുള്ള ആ മാക്രോൺ പറഞ്ഞ എന്താണ്, നിങ്ങൾ ഉയർത്തിയ പ്രശ്നം അത് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നില്ല, ദാറ്റ്സ് എ വാലിഡ് കൺസേൺ ആൻഡ് വി ആർ ട്രൈങ് ടു അഡ്രസ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് അത് അഡ്രസ്സ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങളത് പ്രൊപ്പഗൻഡയാണ്, ഇത് നിങ്ങളുടെ കോൺസ്പിറസിയാണ്, ഇത് നിങ്ങൾ ഉണ്ടാക്കി പറയുന്നതാണ്, നുണയാണ്, ഇത് ഇങ്ങനെയൊന്നും ഇല്ല, മുസ്ലിങ്ങളെ വേട്ടയാടാണ്, നിങ്ങൾക്ക് ഇസ്ലാമോഫോബിയാണെന്ന് പറഞ്ഞിട്ടല്ല ഫ്രാൻസിൽ അത് ചെയ്തത്. ആ വിഷയത്തെ അഡ്രസ്സ്
നിങ്ങൾക്ക് ഒറ്റ കാര്യമുള്ളൂ, സംഘി വളരുന്നതാണല്ലോ പ്രശ്നം. സംഘി വളരുന്നത് ഒരു പ്രശ്നമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, സംഘിയെ നിങ്ങൾക്ക് നടുപിടിച്ചിടണം എന്നാണ് നിങ്ങളുടെ ആത്മാർത്ഥമായ ആഗ്രഹം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യേണ്ടുള്ളൂ. സംഘി പറയുന്ന കാര്യങ്ങൾ സംഘി മാത്രം പറയുന്ന അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് വസ്തുതയാണെങ്കിൽ എല്ലാവരും ഏറ്റു പറയാം. ഇവിടെ ഒരു കാര്യം പറയുന്നത് സംഘി മാത്രം പറയുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാക്കി വെക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇത് അവർക്ക് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അവസ്ഥ വരുന്നത്. ഇപ്പോൾ ഗ്ലോബൽ ടെററിസം മാത്രം നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ പങ്ക് എത്രമാത്രം വലുതാണ്. ടോപ്പ് 4 ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 4 ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷനാണ്. അതുപോലെ ഇപ്പോൾ എന്താണ് 2023 മാത്രം മേജർ 20 ടെററിസ്റ്റ് അറ്റാക്സ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ 20 ഇസ്ലാമിക് ടെറർ അറ്റാക്സ് തന്നെയാണ് എടുത്തു കഴിഞ്ഞാൽ. ടെററിസം കൊണ്ട് വലയുന്ന ടോപ്പ് 10 രാഷ്ട്രങ്ങൾ എടുക്കുക, 10 ഇനി ഒരെണ്ണം മാറ്റുക നിങ്ങളുടെ ഒരു സംശയത്തിന് വേണ്ടിയിട്ട്, അത് 10 അല്ലെങ്കിൽ 9 എന്ന് പറയുന്നത് ഇസ്ലാമിക് ടെറർ തന്നെയാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇന്ത്യയും അതുകൊണ്ട് വലയുന്നു. ഇപ്പോൾ കശ്മീരിൽ നടക്കുന്ന, റെയ്സിയിൽ നടന്ന അറ്റാക്ക് ആയാലും, ജോസഫ് മാഷിൻ്റെ കൈവെട്ടായാലും, പോട്ടെ നമ്മളുടെ ചേകനൂർ മൗലവിക്ക് നേരിടേണ്ടി വന്ന വിഷയമായാലും, പണ്ട് കാലത്ത് നടന്നു രാമസിംഹൻ്റെ കഥയൊക്കെ നമ്മൾ പറയുന്നു, അതല്ലെങ്കിൽ ഇപ്പോൾ മറ്റ് ഫാറൂഖിനെ വെട്ടിക്കൊന്ന കഥ, ഇപ്പോൾ നമുക്കെതിരെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, അതിൻ്റെ സ്വഭാവവും രൂപമൊക്കെ മാറുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഈ ടെററിസം അവിടെ ഉണ്ട്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ കഥയൊക്കെ നമുക്കറിയാം. ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആളെ തട്ടാൻ വേണ്ടിയിട്ട് നടക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇതിന് മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ, ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നത് ആരാണ്? ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ട ബാധ്യത ഇവിടുത്തെ രാഷ്ട്രീയത്തിലുണ്ടല്ലോ, ആ രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും ഉണ്ടല്ലോ. പക്ഷേ നമ്മളിവിടെ കാണുന്നത് ഇത് ഇങ്ങനൊരു വിഷയമേ ഇല്ല എന്ന് പറയുന്ന ആളുകളായിരുന്നു ഇവിടുത്തെ കോൺഗ്രസ് ഒരു വലിയ കാലഘട്ടം വരയ്ക്കും. നമ്മളെ കേരളത്തിൽ എന്താണ് ഇവിടുത്തെ ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരുന്നത്? പോപ്പുലർ ഫ്രണ്ടുകാരുടെ കൂടെ തോളിൽ കൈയിട്ടിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് മനം നൊന്ത് ആലപ്പുഴയിൽ നിന്നൊക്കെ SDPIക്കാരുടെ അതിപ്രസരം കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോകുന്ന കാഴ്ച വരെ നമ്മളിവിടെ കണ്ടു. എന്ന് വെച്ചാൽ അവർക്ക് അതൊരു പ്രശ്നമായിട്ട് പോലും അവതരിപ്പിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ഇതൊരു പ്രശ്നമായിട്ട് അവതരിപ്പിക്കുന്നത് BJP മാത്രമായിട്ട് മാറുന്നു. അപ്പോൾ അതെങ്ങനെ ശരിയാവുക? ഇതെല്ലാവരും പറഞ്ഞു ഇതൊരു അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന സമയത്ത് അത് നിരോധിച്ചത് നന്നായി എന്ന് പോലും പറയാൻ പറ്റുന്നില്ല എന്ന് വന്നു കഴിയുമ്പോൾ അതെങ്ങനെയാണ് പിന്നെ ശരിയാവുക? ISISനെ ലോകം നിരോധിക്കുന്നു, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ടെറർ ഓർഗനൈസേഷനായിട്ട് വെക്കുമ്പോൾ അവിടെ പോയിട്ട് RSSനെയും പറയണം, എന്നാലും ISISനെ പറയുള്ളൂ എന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? അതിനെ പറയേണ്ടത് അതിനെ പറയാം. നിങ്ങൾ എടുക്കുക, ഈ ടോപ്പ് 10 ഓർഗനൈസേഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 10 ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഇസ്ലാമിക തീവ്രവാദ സംഘടനകളാണ്. അവിടെ നിങ്ങൾ എന്തിനാണ് ഇതിലില്ലാത്തൊരു സാധനത്തെ കൊണ്ട് പറഞ്ഞു വെക്കുന്നത്? അതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇതൊരു വാലിഡ് ആയിട്ടുള്ള രീതിയല്ല. ആ രീതിയാണ് ഇവിടെ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ കാര്യമാക്കുന്നില്ല. കാരണം നമുക്ക് ഉറപ്പുണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് വസ്തുതാപരമാണ്. തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്താനും സാധിക്കുന്നു. ഇതുവരെ അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം പറയുന്നത് എത്രത്തോളം വാലിഡേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത്. ആ ഒരു ധൈര്യത്തിൽ മുന്നോട്ട് പോകുന്നു. ഭീഷണികളും മറ്റ് ആരോപണങ്ങളും ഭീഷണികളും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഭീഷണി തുടക്കകാലത്ത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മുട്ട് തല്ലി ഓടിക്കും, കാല് തല്ലി ഓടിക്കും, അതുപോലെ ജീവിക്കാൻ സമ്മതിക്കില്ല, ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തിറങ്ങട എന്നൊക്കെ പറയുന്ന ലെവലിലുള്ള സാധനങ്ങൾ തുടക്കകാലത്തുണ്ടായിരുന്നു. പരാതികൾ പലതവണ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവിടുത്തെ പോലീസ് ആ രീതിയിൽ പോയിട്ടില്ല. അങ്ങനെ ഒരു വലിയ 1-2 പരാതിയൊക്കെ അവർ എടുത്തെങ്കിലും FIR ഇടുക, അന്വേഷണം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ കാണുന്നത് നമ്മളിത് സോഷ്യൽ മീഡിയയിൽ ഔട്ട് ചെയ്യുകയും ഇതൊരു ഇങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ സംഭവിക്കുന്നു, ഇവരുടെ നമ്മൾ പറയുന്നത് ഇവിടെ പ്രൂവ് ചെയ്യാണ് എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു കുറവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വശത്തുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മളുടെ ഇവിടുത്തെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ നമുക്കൊരു ഷാഡോ പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നുണ്ട്. അത് നമ്മളെടുത്ത് പറയണം. അതൊരു വലിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അവരുടെ സപ്പോർട്ട് കാര്യമായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമ്മളോട് പറയും. അതല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ നടക്കാറുണ്ട്. അതവിടെ ഒരു വശത്ത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോടതി കയറ്റുന്ന ഒരു ജിഹാദാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ നിയമപരമായിട്ട് കുരുക്കുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഉത്തരവുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് പറയാൻ കഴിയുന്നില്ല. നമ്മളെ ഡിസ്പ്രൂവ് ചെയ്യാനൊന്നും അവർക്ക് കഴിയുന്നില്ല. പിന്നെ ആ കൂടി ചെയ്യാൻ കഴിയുന്നത് എന്താണ്? ചാനൽ പൂട്ടിക്കുക, നമ്മളെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക, ധൈര്യം ഉണ്ടെങ്കിൽ നീ സൗദി അറേബ്യയിലേക്ക് വാടാ എന്ന് പറയുന്ന ലെവലിൽ ചില കാര്യങ്ങൾ അവർ ചെയ്തു നോക്കുകയാണ്. അത് ഞാൻ അഭിനന്ദിക്കുകയാണ് ആ സംഗതി. കാരണം ഈ വടിവാളും വെട്ടുകത്തിയൊക്കെ താഴെ ഇട്ട് തെറിവിളിയൊക്കെ മാറ്റിവെച്ച് നിയമപരമായിട്ട് ജനാധിപത്യത്തിൻ്റെ ഒരു തൂണ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളിതിനെ ഡീൽ ചെയ്യാൻ മുന്നോട്ട് വരിക എന്ന് പറയുന്നത് നമുക്ക് താല്പര്യം തന്നെയാണ്. അതിനോട് പൂർണ്ണ സഹകരണം നമ്മളുണ്ടാവും. ബാക്കി നമുക്ക് കോടതി വെച്ചിട്ട് കാണാം, അവിടെ വെച്ച് സംസാരിക്കാം, അവിടെ വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ പറയട്ടെ.
ഇത് നാട്ടുകാരെ അറിയട്ടെന്നേ, ഇതിൽ പറയാനുള്ള കാര്യം എന്താ, നമ്മളെന്തോ നുണ പറഞ്ഞു എന്നാണല്ലോ പറയുന്നത്. എന്താണ് ആ നുണാന്നും എന്താണ് നമ്മളതിനകത്ത് ഉദ്ദേശം എന്നുള്ളത് പുറത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് ക്ലാരിറ്റി വരുമല്ലോ. വരട്ടെ. അപകടകരമായ ഒരു വഴിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അത് അങ്ങനെ ഒരു വഴി തന്നെയാണ്. ഇങ്ങനെ ഒരു വഴി തിരഞ്ഞെടുക്കും, നന്നായി തന്നെ വിമർശിക്കുന്നു. എന്താണ് ഒരു പ്രതീക്ഷ? ലോകം എങ്ങനെ മാറും? അത് ഒറ്റ കാര്യമുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നൊരു വിഷയമുണ്ട്, ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് തന്നെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ വളരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നൊരു കാര്യമാണ്. അതൊരു വലിയ കൺസേൺ തന്നെയാണ്. അത് കണ്ണടച്ചിരുട്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. മുസ്ലിങ്ങളുടെ ജനസംഖ്യ വളരുന്നുണ്ട്. അത് പെറ്റുകുട്ടി തന്നെയാണ് വളരുന്നത്. അതിനകത്തുള്ള അവരുടെ ഫെർട്ടിലിറ്റി റേറ്റ് കൂടുതലാണ്, അവിടുത്തെ ക്രൂഡ് ബർത്ത് റേറ്റും കൂടുതലാണ്. പിന്നെ ഈ പറയുന്ന ആളുകൾ ഗർഭം ധരിക്കുന്ന പ്രായം വളരെ യങ്ങുമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് നമ്മൾ ന്യൂനപക്ഷം എന്നൊക്കെ നമ്മൾ പറയുന്നത് തന്നെ അസംബന്ധമാണ്. കാരണം അങ്ങനെ ഒരു ന്യൂനപക്ഷം എന്ന് നമുക്ക് ഇസ്ലാമിന് ആ വിഭാഗത്തെ വിളിക്കുന്നത് ശരിയല്ല. ഇന്ത്യയിലെ കാര്യം എടുത്തു വെച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച്, കാരണം ക്ലോസ് ടു 20% ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ ചില സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾ അവിടുത്തെ ഡോമിനൻ്റ് റിലീജിയൻ പോലെയാണ്. ഇപ്പോൾ കാശ്മീരിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം. കേരളത്തിൽ 27% ആണ്. എന്ന് വെച്ചാൽ 1/3 എന്ന് പറയുന്ന രീതിയിലേക്കൊക്കെയാണ് വന്നത്. അതിനെയൊക്കെ എങ്ങനെയാണ് ഈ ന്യൂനപക്ഷം എന്നൊക്കെ വിളിക്കുന്നതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിലും ഒരു 10-50 വർഷം കഴിയുമ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇത് ഈക്വലാവും. ഓവർടേക്ക് ചെയ്ത് ഇത് ഭൂരിപക്ഷം ആവുന്നതൊക്കെ പിന്നത്തെ കാര്യമാണ്. ഈക്വലായ തന്നെ പ്രശ്നമാണ്. അപ്പോൾ ആ പ്രശ്നത്തിൽ ലഘൂകരിക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ സോഷ്യൽ പ്രഷർ, അത് ശരിയായ പ്രഷർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു വയലൻറ്റ് പ്രഷറായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായാൽ ഇത് 50-50 ആവേണ്ട കാര്യം പോലുമില്ല. ഇത് ഒരു 30%, 35% ആയാലും തന്നെ പ്രശ്നമായി മാറും. അപ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കണം എന്താ വെച്ചാൽ, ഇനി അഥവാ 50% ആയാലും അന്നുണ്ടാകാൻ പോകുന്ന ഒരു സോഷ്യൽ പ്രഷർ, അത് നമ്മൾ ഏത് തരം പ്രഷർ വേണമെന്നാണോ നമ്മൾ പറഞ്ഞു വെക്കുന്നത്, ആ ഒരു ഡെമോക്രറ്റൈസിങ് സെക്യുലറൈസിങ് സോഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് അത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ മുസ്ലിങ്ങൾ മാറണം. ഹിന്ദുക്കൾ പ്രത്യേകിച്ച് മാറാനൊന്നുമില്ല. അവരിപ്പോൾ അവരെ റാഡിക്കലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരെ ഇസ്ലാമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്ന് വെച്ചാൽ സെമറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിർത്തണം. അത് ചെയ്യുന്നത് ഈ ഇസ്ലാമിക വിഭാഗം തന്നെയാണ് അത് ചെയ്യുന്നത്. ആ മതവിഭാഗം എങ്ങനെയാണോ ഈ അസഹിഷ്ണുത കാണിക്കുന്നത്, സമാനമായ അല്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമായ അസഹിഷ്ണുതയാണ് മറ്റു വിഭാഗങ്ങളിൽ നിന്ന് വരാൻ കിടക്കുന്നത്. അപ്പോൾ അത് അപകടമാണൊന്ന്. അപ്പോൾ നമ്മൾ പറയുന്നത് ഒരു ഡീസെൻസിറ്റൈസേഷൻ പ്രോഗ്രാമിലൂടെ നിരന്തരമായ രീതിയിലൂടെ ഇത് കുറച്ചുകൊണ്ട് വന്ന് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ സെൻസിറ്റിവിറ്റി കുറയ്ക്കുക എന്നുള്ളത്, ഉറച്ച് തീർത്തെടുക്കുക എന്നുള്ളത്, ഒന്ന് രാഗി മിനുസപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ആണ് ഇതിലെ ലക്ഷ്യം. അങ്ങനെ ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാലും ഇവിടുത്തെ ഡെമോക്രസിക്കോ ഇവിടുത്തെ സെക്യുലറിസത്തിനോ ഒരു കോട്ടവും തട്ടില്ല എന്നത് ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടത് ആ രീതിയിൽ ചിന്തിക്കുന്ന, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് ബോധമുള്ള ഒരു കൂട്ടം മുസ്ലിങ്ങളെ ഇവിടെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. അതിന് ഇത് വലിയ അത്യാവശ്യമാണ്. അതാണ് നമ്മളെപ്പോഴും പറയുന്നത്, എക്സ് മുസ്ലിങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അള്ളാഹു ഒരിക്കൽ സ്വപ്നത്തിൽ പോലും കാണാത്തൊരു സാധനമാണ് എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന സാധനം. അതാണ് നമ്മളെപ്പോഴും തമാശയ്ക്ക് പറയാറുള്ളത്. ബാക്കിയൊക്കെ പടച്ചോൻ കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ കാഫിറുകളെ കണ്ടിട്ടുണ്ട്, മുനാഫിക്കുകളെ കണ്ടിട്ടുണ്ട്. മുനാഫിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപട വിശ്വാസികൾ, എന്നാൽ പുറത്ത് നിസ്കാരവും ഒക്കെ ഉണ്ട്, പക്ഷേ ഉള്ളിൽ വിശ്വാസമില്ല. അതുവരെ പടച്ചോൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു സാധനം, മുർത്തദ് എന്ന് പറയുന്ന ഒരു സംഗതി, അവർ ജീവിച്ചിരിക്കാൻ പോലും അവകാശമില്ല എന്നാണ് നിയമം. അവർ വെട്ടിക്കൊല്ലണം എന്നാണ് നിയമം. മുർത്തദായ അവനെ കൊല്ലണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അവരിങ്ങനെ ജീവിക്കുമെന്നും അവർ ഇസ്ലാമിനെതിരെ ഇതേപോലെ സംസാരിക്കുമെന്നും ഉള്ള ഒരു സംഗതി പടച്ചോൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഭീഷണി എന്ന് പറയുന്നില്ല, ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് വരിക അത് ഇസ്ലാമിന് തന്നെയാണ്. കാരണം ഇസ്ലാമിലെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാരൊക്കെ അവരുടെ വേദികളിലും, അതല്ലെങ്കിൽ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കാർ അവരുടെ അടഞ്ഞ അകത്തളങ്ങളിൽ മാത്രം ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ അത് പുറത്തു കൊണ്ടുവന്ന് ഇതാണ് ഇതിനകത്തുള്ളത്. നിങ്ങൾ കരുതുന്ന പോലെ ക്ഷമയും സഹനവും മാത്രമല്ല ഇസ്ലാം. അത് പകരം വീട്ടലും കൊലപാതകങ്ങളും വിമർശിച്ചവരെ കൊരവള്ളി മുറിക്കുന്ന കാഴ്ചയും ഒക്കെയാണ് ഇസ്ലാമിലുള്ളത് എന്ന് പുറത്ത് പറയാനും ആളുകൾ ഇവിടെ ഉണ്ടായി. അവിടെയാണ് ഈ വിഷയം. ഇപ്പോൾ ജോസഫ് മാഷിൻ്റെ കൈവിട്ട് നടക്കുന്നത് ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുക ഇന്നത് നടക്കില്ല എന്നാണ്. കാരണം അങ്ങനെ നടക്കാനാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു ദിവസം ഒരു 10 കൈയെങ്കിലും വെട്ടണം. അതാണ് നിലവിലെ അവസ്ഥ. അപ്പോൾ ആ ഒരു മാറ്റം ഉണ്ടായത് എങ്ങനെയാണ്? ഈ പ്രഷർ മാറുന്നു. മുസ്ലിങ്ങളിപ്പോൾ പഴയ പോലെ ഒന്നും അല്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഭൂരിപക്ഷം മുസ്ലിം രാഷ്ട്രങ്ങൾ, ഒരു കുഴപ്പമില്ലാത്ത രാഷ്ട്രങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ താജിക്കിസ്ഥാനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നു.
കിർഗിസ്ഥാനെ കുറിച്ച് പറയുന്നു. ഇതൊക്കെ മുസ്ലിം ഭൂരിപക്ഷം തന്നെയാണ്. പക്ഷെ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്നുണ്ടോ? അവരും മാന്യമായിട്ട് അവിടെ ജീവിച്ചു പോകുന്നു. എന്താ കാരണം? അവിടെയുള്ള മത നേതൃത്വമായാലും ഈ ഭരണ നേതൃത്വങ്ങളായാലും രാഷ്ട്രീയക്കാരായാലും അവർക്ക് ഇസ്ലാം എന്താണെന്ന് അറിയാം. താജിക്കിസ്ഥാൻ ഹിജാബ് ബാൻ ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തയിൽ വായിച്ചു. അവർ പറഞ്ഞ കാരണം 2 കാരണമാണ്. ഒന്ന്, ഇതൊരു ഏലിയൻ വേഷമാണ്, ഇത് നമ്മളുടെ സംസ്കാരത്തിന് കോട്ടം തട്ടുന്നു. ഒരു കാരണം പറഞ്ഞ അതാണ്. അതായത് ഒരു കൾച്ചറൽ ഇൻവേഷൻ നടത്തുന്നു. രണ്ടാമത്തെ കാരണം പറയുന്നത് ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് റാഡിക്കലൈസേഷൻ എന്ന് പറഞ്ഞത്. അതായത് ഹിജാബിൻ്റെ അളവ് കൂടുന്നത് അത് സിമ്പിളൈസ് ചെയ്യുന്നത് സമൂഹം റാഡിക്കലൈസ് ചെയ്യുന്നു എന്നാണ്. എന്ന് വെച്ചാൽ അവർ കൂടുതൽ മതം പഠിക്കുന്നു. അപ്പോൾ മതം അത്ര അങ്ങോട്ട് പഠിക്കണ്ട. ഹിജാബ് മാത്രമല്ല അവിടെ ബാൻ ചെയ്തത്, ആണുങ്ങൾ താടി വെക്കുന്നത് പോലും അവിടെ വടിച്ച് കളയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മതപരിപാടികളിൽ കുട്ടികളെ ഒന്നും പങ്കെടുപ്പിക്കരുത് എന്നുള്ള ഇതും അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. പലതും ഉണ്ട്, അങ്ങനെയുള്ള പല നിയമങ്ങളുണ്ട്. കിർഗിസ്ഥാനിലാണോ കസാഖിസ്ഥാനാണോ പള്ളികളാണ് അവർ പൊളിച്ചടക്കിയത്. അവർ പറഞ്ഞത് പള്ളികളിൽ പലതിലും നടക്കുന്നത് തീവ്രമായ സലഫി ആശയങ്ങൾ പഠിപ്പിക്കുന്നു. നമ്മുടെ ഇവിടെ സലഫികൾ എന്താ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, മറ്റേ അമ്പലത്തിന് സംഭാവന കൊടുത്തു കഴിഞ്ഞാൽ അത് വേശ്യാലയത്തിന് കൊടുക്കുന്ന പോലെയാണ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചത് മുജാഹിദ് ബാലുശ്ശേരിയാണ്. അത് അവരുടെ വേദിയിൽ മതം പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്നൊക്കെ ന്യായം പറയായിരിക്കും. പക്ഷെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അതെന്താ സന്ദേശം കൊടുക്കുന്നത്? സന്ദേശം കൊടുക്കുന്നത് നമ്മളാണ് ശരി, ബാക്കിയുള്ളതൊക്കെ മോശം, നമ്മളാണ് ഒരു ശരിയായ മതം, ബാക്കിയൊക്കെ കച്ചറയാണെന്ന് പറയുന്നൊരു. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫോണിൻ സംഭാഷണം പരിപാടിയിൽ നിങ്ങൾ കേട്ടോന്ന് അറിയില്ല, അതിനകത്ത് പറയുന്നുണ്ട് ഒരാൾ കൃഷ്ണനെ ആരാധിക്കുന്നു, ഭക്തനാണ്, കൃഷ്ണഭക്തനാണ്, എങ്ങനെ കാണുന്നു എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ആൾ പറയുന്നത് പുള്ളി കൃഷ്ണഭക്തനായത് ഈസ് ഔട്ട് ഓഫ് ഹിസ് ഇഗ്നറൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അതെന്തോ ഒരു വലിയ ഒരു എൻലൈറ്റ്മെൻറ്റിൻ്റെ കാരണം. കൃഷ്ണനിൽ ഭക്തനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഗ്നറൻസ് ആവുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? അതെന്താണ് അതിൻ്റെ മാനദണ്ഡം? നിങ്ങൾ പറയൂ എന്ന് പറയുമ്പോൾ ആൾക്ക് ആ സമയത്ത് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എന്തായാലും അവസാനം കളം മാറി, അവസാനം പുള്ളി അതൊക്കെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് വരുത്തി നമ്മൾ. ഇതാണ് ഒരു ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അപ്പം ബേസിക്കായിട്ടുള്ളൊരു ഡിഫറൻസ് ഉണ്ട് ഈ വിശ്വാസങ്ങൾ തമ്മിൽ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എല്ലാ മതം പോലെ ഒരു മതമാണെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പറയുന്നത് ഒരു ഓവർ ജനറലൈസേഷനാണ്. അത് ശരിയല്ല. ഇസ്ലാം എന്ന് പറയുന്നത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു മതമാണ്. എക്സ്ക്ലൂസിവിറ്റി അതിൻ്റെ കോർ പ്രിൻസിപ്പിൾ തന്നെയാണ്. ഇതിലുള്ളത് മതി, ഇതിലില്ലാത്തവർക്ക് ഒന്നുമില്ല. ഇപ്പോൾ അംബേദ്കർ പോലും പറഞ്ഞിട്ടുണ്ട്, ഈ എന്താണ് ദ ബ്രദർഹുഡ് ഇൻ ഇസ്ലാം ഇസ് എ ക്ലോസ് കോർപ്പറേഷൻ എന്നുള്ള ആ ഒരു സംഗതി. അത് ഒരു ഈസ് എ കോർപ്പറേഷൻ വിതിൻ ഇസ്ലാം, എ ബ്രദർഹുഡ് എമംഗ് മുസ്ലിംസ്, അത്രയേ ഉള്ളൂ. അല്ലാതെ എല്ലാ മനുഷ്യരും ലോകമേ തറവാട് അങ്ങനെയൊന്നുമല്ല. അതൊക്കെ ഡെക്കറേഷൻ വെച്ച് പറയുന്നതേ ഉള്ളൂ. ആദ്യം മുസ്ലിം, അത് കഴിഞ്ഞിട്ട് ബാക്കി എന്നുള്ളത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് അംബേദ്കർ പറഞ്ഞു. ഇന്നാണ് അംബേദ്കർ അത് പറയാൻ ശ്രമിക്കണമെങ്കിൽ ആരെങ്കിലും സമ്മതിക്കുമോ? അംബേദ്കർ സംഖ്യയാവും. അപ്പോൾ ഇവർ സമ്മതിക്കേണ്ടതായിട്ട് വരും. അംബേദ്കർ സംഖ്യയാണ്, പറ്റുമോ? ഇല്ലല്ലോ. എന്തിനാ അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് നമ്മൾ ചോദിക്കുന്നത്? പല കാര്യങ്ങളും നമുക്ക് അങ്ങനെ പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ പറയുന്നത് ഇതുപോലുള്ള അധ്യാപനങ്ങൾ വരുമ്പോൾ അത് നമ്മൾ എക്സ്പോസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ചെയ്യലൊരു പൊതുജനങ്ങളുടെ ബാധ്യതയാണ്. അതിന് അവർക്കുള്ളൊരു ധൈര്യം കൊടുക്കുക എന്നുള്ളതും കൂടിയാണ് നമ്മൾ ചെയ്തു വെക്കുന്നത്. അപ്പോൾ എക്സ് മുസ്ലിംസും ഇതുപോലുള്ള ഈ മതവിമർശകരും ബ്ലാസ്ഫമി നിയമം എടുത്തു കളയേണ്ടതിൻ്റെ ആവശ്യകതയും നമ്മൾ പറയുന്നത് അതാണ്. ഇത് വ്യാപകമാകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഇപ്പോൾ പൂട്ടാൻ വേണ്ടി നോക്കുന്നത് പോലും ഈ മതനിന്ദാ നിയമം വെച്ചിട്ടാണ്. ആദ്യം ചെയ്യേണ്ടത് അങ്ങനെയുള്ള സാധനങ്ങൾ എടുത്ത് കളയുന്നുള്ളൂ, എന്നാലാണ് ഇതിവിടെ വ്യാപകമാകുള്ളൂ.